ഹലോ വെൽക്കം ബാക്ക് ടു ദ അനദർ എപ്പിസോഡ്. ഞാൻ അൽ ഹസൻ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ 653/2023 100 ചോദ്യങ്ങൾ, അവയുടെ വിശദീകരണം, ഇത് ഏത് ബുക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഏതെല്ലാം ചോദ്യങ്ങൾ തെറ്റാണ്, നമുക്ക് ഒരു 5 ദിവസത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലും കീ കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെഫറൻസോടെ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രകാരമായിരിക്കും ഫൈനൽ ആൻസർ കീ വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ഫൈനൽ ആൻസർ കീ എന്ന് പറയുന്നത്. കാരണം ഇത് ടെക്സ്റ്റൊക്കെ റെഫർ ചെയ്തുകൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഏകദേശം 112 പേജസാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ജസ്റ്റ് അതിന് മുമ്പായിട്ട് ഈ PDF നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു 112 പേജുകളാണ്. അപ്പോൾ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഇനി എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും, ഇത് 100% ഉപകരിക്കും. കാരണം അപ്പോൾ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, IT ലെവൽ എക്സാംസിന് ഏത് ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യണം. IT ലെവൽ എന്ന് പറയാൻ പറ്റില്ല, ഇതിനകത്ത് ഡിപ്ലോമ ക്വാളിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെ എക്സ്പെക്റ്റ് ചെയ്യണം കേട്ടോ, കുറച്ചൊക്കെ കൂടിയാലും, കുറച്ച് ലെവൽ കൂടിയാലും. അപ്പോൾ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ചോദ്യം, ദ മാർക്കിംഗ് മീഡിയ യൂസ്ഡ് ഫോർ മാർക്കിംഗ് ഔട്ട് പർപ്പസ് വിച്ച് ഈസ് പോയിസൺ. ഓക്കെ, ഏതാണ് പോയിസൺ ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയ എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, കോപ്പർ സൾഫേറ്റ് ആണ്. ഇത് കോപ്പർ സൾഫേറ്റ് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് എന്താണ്, കെയർഫുള്ളി, അതായത് ശ്രദ്ധാപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യണം ആ മാർക്കിംഗ് മീഡിയ, കാരണം അത് പോയിസൺ ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. നിമി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ നിമി ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഓക്കെ, ഇനി പുറത്തുനിന്ന് വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാനത് പ്രത്യേകം മെൻഷൻ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ബി ഗ്രേഡ് സർഫസ് പ്ലേറ്റ് ആർ 0.02 mm ഫ്ലാറ്റ്നസ് വൈൽ എ ഗ്രേഡ് സർഫസ് പ്ലേറ്റ് ആർ വിത്തിൻ ഡാഷ് ഫ്ലാറ്റ്നസ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ്, എ ഗ്രേഡ് സർഫസ് പ്ലേറ്റിൽ ഏതാണെന്ന് വളരെ ക്ലിയർ ആണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആൻഡ് യൂസസിൽ ടെക്സ്റ്റ് ബുക്ക്, നിമി ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഗ്രേഡ് 1 and 2, 1, 2, 3 ആണെന്നുള്ളത്. അതുപോലെ തന്നെ 1 സർഫസ് പ്ലേറ്റ് കൂടുതൽ അക്സെപ്റ്റബിൾ ആണ് എന്നും പറയുന്നുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള അതിൻ്റെ സ്പെസിഫിക്കേഷനും പറയുന്നുണ്ട് എന്താണ്, ഗ്രേഡ് 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 എന്നാണ് സ്പെസിഫിക്കേഷനിൽ പറയുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം നിങ്ങൾക്ക് ഈ സർഫസ് പ്ലേറ്റിൻ്റെ നിമി ടെക്സ്റ്റ് ബുക്കിലെ അല്ലെങ്കിൽ ഏഷ്യൻ എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് റെഫറൻസ് കൊടുക്കാം. കാരണം ഇവിടെ ക്ലിയർ ആയിട്ട് തന്നെ ഗ്രേഡ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ സർഫസ് പ്ലേറ്റിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഓക്കെ, സർഫസ് പ്ലേറ്റിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഗ്രേഡിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിനെ ആൻസർ കീ കംപ്ലൈൻറ്റ് ചെയ്യാം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇത് നിമിയിൽ നിന്നും വന്നിട്ടുള്ളതല്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. സ്മോളസ്റ്റ് സൈസ് ഓഫ് ഗേജ് ബ്ലോക്ക് ഇൻ M88 സെറ്റ് ഓഫ് സ്ലിപ്പ് ഗേജ് ഈസ്. അതിന് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷന് 1.0005 എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിമിയിലോ ഏഷ്യൻ ബുക്കിലോ ഒന്നും ഇല്ലാത്ത ഒരു ചോദ്യമാണ് കേട്ടോ. ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. 1 ബ്ലോക്ക് എന്ന് പറയുന്നത് 1.0005 ആണ്. ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യം, വട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്ലോട്ട് ഇൻ ദി ആംഗിൾ പ്ലേറ്റ്. സ്ലോട്ട് ഇൻ ദി ആംഗിൾ പ്ലേറ്റ്, ഇപ്പോൾ ആംഗിൾ പ്ലേറ്റിൽ സ്ലോട്ടിൻ്റെ പർപ്പസാണ് ചോദിച്ചിട്ടുള്ളത്. സോ ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഇതിനകത്ത് സ്ലോട്ട് മില്ല് ചെയ്തിട്ടുണ്ട് എന്നും. അത് എന്തിനു വേണ്ടിയിട്ടാണ്, സർഫസ് ഫോർ അക്കോമഡേറ്റിംഗ് ക്ലാമ്പിംഗ് ബോൾട്ട്, അതായത് നമുക്ക് ദി ഓപ്ഷൻ ബി, ടു എനേബിൾ ദ വർക്ക് ടു ബി ഹെൽഡ് ഫേംലി ബൈ ബോൾട്ട് ആൻഡ് ക്ലാമ്പ്, ബോൾട്ടും ക്ലാമ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വർക്ക് പീസസിനെ നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. ദെൻ അടുത്ത അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിമി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതല്ല. ഇൻ മെഷർമെൻറ്റ് ദ ലെങ്ത് സ്റ്റാൻഡേർഡ് ക്ലാസിഫൈഡ് ടു 1 is ലൈൻ സ്റ്റാൻഡേർഡ്. ലെങ്ത് സ്റ്റാൻഡേർഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്നും, ഒന്ന് ലൈൻ സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന്, അതായത് രണ്ടാണല്ലോ, അപ്പോൾ രണ്ടാമത്തേത് ഏതാണെന്നുള്ളതാണ്. രണ്ടാമത്തത് എൻഡ് സ്റ്റാൻഡേർഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ നോട്ട് എടുത്തിട്ടുള്ളത് മെട്രോളജി ആൻഡ് മെഷീൻ ടൂൾസ് എന്ന് പറയുന്ന നമ്മുടെ BTECിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു നോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈൻ സ്റ്റാൻഡേർഡ്, എൻഡ് സ്റ്റാൻഡേർഡ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ പോലും എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഇത്തരത്തിലുള്ള നോട്ടുകൾ കാണാൻ പറ്റും. ഡിപ്ലോമയുടെ ടെക്സ്റ്റ് ബുക്കിലായിരുന്നാലും ഉണ്ടാവുന്നതാണ്. ആറാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇവയിൽ ഏതാണ് പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്നുള്ളതാണ് ആൻസർ. സ്ലിപ്പ് ഗേജ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഈ സ്ലിപ്പ് ഗേജ് എന്ന് പറയുന്നത് ഗേജ് ബ്ലോക്ക് സ്റ്റാൻഡേർഡ് ഫോർ പ്രിസിഷൻ ലെങ്ത് മെഷർമെൻറ്റ് എന്ന് കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ആൻസറായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ അടുത്ത ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എ കാലിപ്പർ വിച്ച് ഈസ് എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ സ്ക്രൈബിംഗ് ലൈൻസ് ഫാൽ ടു ദ എഡ്ജസ് ഓഫ് ദി വർക്ക് ആൻഡ് ഫൈൻഡിങ് സെൻറ്റർ ഓഫ് സിലിണ്ടറിക്കൽ വർക്ക്. ആൻസർ എന്ന് പറയുന്നത് ജെന്നി കാലിപ്പറാണ്, അഥവാ ജെന്നി കാലിപ്പറിൻ്റെ മറ്റൊരു പേരാണ് ഹെർമോഫ്രോഡൈറ്റ് കാലിപ്പർ എന്ന് പറയുന്നത്.
സോ യൂസേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജെന്നി കാലിപ്പർ ആർ യൂസർ ഫോർ മാർക്കിംഗ് ലൈൻസ് പാരൽ ടു ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എഡ്ജസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർ ഫൈൻഡിങ് സെൻറ്റർ ഓഫ് റൗണ്ട് ജോബ് എന്ന് കൊടുത്തിട്ടുണ്ട്. ജെന്നി കാലിപ്പറിൻ്റെ മറ്റ് പേരുകളാണ് ഹെർമോഫ്രോഡൈറ്റ് കാലിപ്പർ, ലെഗ് ആൻഡ് പോയിൻറ്റ് കാലിപ്പർ, ഓൾഡ് ലെഗ് കാലിപ്പർ എന്നിങ്ങനെയുള്ളത്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം നോക്കി കഴിഞ്ഞാൽ 8ാമത്തെ ചോദ്യമാണ്. ഇഫ് ദ ബിവൽഡ് എഡ്ജ് ഓഫ് തിമ്പിൾ ഓഫ് ആൻ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ പാസ്ഡ് അലോങ് ദി ബാരൽ ഫ്രം ദ 0 to 18 ഡിവിഷൻസ് ഹാവ് above the reference line, 1 division below reference lines and division 12 on the thimble line coincide with the longitude line, what will be the reading എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ വളരെയധികം ക്ലിയർ ആയിട്ട് തന്നെയാണ്, ചിലർ ചെയ്തിട്ടുണ്ടാവില്ല കൺഫ്യൂഷൻ അടിച്ചിട്ട്. വേറെ ഒന്നുമല്ല പറയുന്നത്, ഇതാണ് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് മൈക്രോമീറ്ററിൻ്റെ വ്യത്യസ്ത പാർട്സുകളിൽ മെഷർമെൻറ്റ്, അതായത് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുള്ള 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാരൽ എന്നോ അല്ലെങ്കിൽ എന്തെന്ന് പറയാം, സ്ലീവ് എന്നൊക്കെ പറയാനായിട്ട് പറ്റും. ഓക്കെ, ബാരൽ എന്നോ സ്ലീവ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം ഇതാണ്. ഓക്കെ, രണ്ടാമത്തെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ് തിമ്പിൾ എന്ന് പറയുന്ന ഒരു ഭാഗം. ചോദ്യം ഇതാണ് ഇതിൻ്റെ നടുക്കൂടെ പോയിരിക്കുന്നതാണ് റഫറൻസ് ലൈൻ. ചോദ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ നമുക്കറിയാം, ഇവിടുത്തെ ലൈൻ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്, ഇവിടുത്തെ മെഷർമെൻറ്റിനകത്ത് ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ബാരലിനകത്ത് മെഷർമെൻറ്റ് ഇളപ്പെടുത്തിയിട്ടത് 0, പിന്നെ അടുത്തൊരു ലൈൻ എന്ന് പറയുന്നത് 0.5 ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും. അതായത് ഓരോ ലൈനും 0.5 ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. 0.5, 1.5, അതായത് മുകളിലത്തേക്ക് 1, താഴത്തേക്ക് 0.5, ഹാഫ് മില്ലിമീറ്ററാണ്. മുകളിലത്തത് ഫുൾ മില്ലിമീറ്ററും താഴത്തേത് ഹാഫ് മില്ലിമീറ്ററും ആയിരിക്കും. ഓക്കെ, ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്, അപ്പോൾ ട്രെയിൻ പോകുന്നതുകൊണ്ടാണ് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ. അപ്പം മുകളിലത്തേക്ക് 1 മില്ലിമീറ്ററും താഴത്തെ ഹാഫ് മില്ലിമീറ്ററുമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ചോദ്യമെന്ന് പറയുന്നത് ഈ ഫുൾ ലൈനിൽ ഈ റഫറൻസ് ലൈൻ മുകളിലേക്ക് 18 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. 18.00. ദെൻ അടുത്തതായിട്ട് പറയുന്നത് അതേ റഫറൻസ് ലൈനിൽ ഒരു താഴത്തെ ഡിവിഷനും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ഡിവിഷൻ ആകുമ്പം 50 ആണല്ലേ, 50 എന്ന് എഴുതാം. 50. ഓക്കെ, അത് 50 ആണ്. ദെൻ അടുത്തത് ഇവിടുത്തെ ഈ തിമ്പിളിനകത്ത് എത്രാമത്തെ ഡിവിഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, തിമ്പിൾ ഡിവിഷനിൽ. സോ ആദ്യം 18 ഡിവിഷൻ നമ്മൾ എഴുതിയല്ലേ, 18 ഡിവിഷൻ നമ്മൾ എഴുതി. പിന്നെ ഒരു ഡിവിഷൻ ബിലോ ദ റഫറൻസ് ലൈൻ എന്ന് എഴുതി. പിന്നെ 12 ടെമ്പിൾ ഡിവിഷൻ ആ റഫറൻസ് ലൈനിന് നേരെ വന്ന് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 12 ഗുണം ലീസ്റ്റ് കൊണ്ടായിട്ടുള്ള 0.01 ആകുമ്പോൾ എത്ര വരും, 0.12 വരും. 0.12 വരുന്ന സമയത്ത് മൊത്തത്തിൽ കൂടുമ്പം 18.62 ആണ് വരുന്നത്. 18.62 ആണ് വരുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഇത് വരും. ഓക്കെ, എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ആദ്യം എന്ന് പറയുന്നത് ഈ 18 ഡിവിഷൻ, പിന്നെ താഴത്തേക്കുള്ള ഒരു ഡിവിഷനും കൂടെ ഉണ്ട്, അതും കൂടെ ആകുമ്പോൾ 18.50. പിന്നെ ഈ 12 ഗുണം 0.01 ആകുമ്പോൾ 0.12 വരുന്നുണ്ട്. സോ ഇതെല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് 18.62 എന്നുള്ള ഒരു ആൻസറാണ് വരാൻ പോകുന്നത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എന്താണ്, ഒരു വെർനിയർ അതിപ്പോഴല്ല. ദെൻ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേജസ് ആർ മെയ്ഡ് ഇൻ 5 ഗ്രേഡ്സ് ഓഫ് ആക്യുറസി. ഇൻ ദാറ്റ് വിച്ച് ഗ്രേഡ് ഇസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് കോമ്പൗണ്ട് ടൂൾസ് ആൻഡ് ഗേജസ്. ആൻസർ കീ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല ആൻസർ കീ. എനിവേ, ഇവിടെ വന്നിട്ട് നമുക്ക് 4 ഗ്രേഡുകൾ പറയുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഗ്രേഡ് 0 പറയുന്നുണ്ട്, ഗ്രേഡ് 0 പറയുന്നുണ്ട്, ഗ്രേഡ് 2 പറയുന്നുണ്ട്, ഗ്രേഡ് 1 പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രത്യേകിച്ചിട്ട് ഒരു പോയിൻ്റ് പറയുന്നില്ല എന്നുണ്ടെങ്കിലും ഗ്രേഡ് 00 കാലിബ്രേഷൻ ഗ്രേഡ് യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് റഫറൻസ് ടെസ്റ്റുള്ള ആളുടെ ഗ്രേഡ് എന്ന് പറയുന്നുണ്ട്. ഗ്രേഡ് 0 ഇൻസ്പെക്ഷൻ ഗ്രേഡ് മീൻ ഫോർ ഇൻസ്പെക്ഷൻ പർപ്പസ് എന്ന് പറയുന്നുണ്ട്. ഗ്രേഡ് 1 എന്ന് നോക്കേ വർക്ക്ഷോപ്പ് ഗ്രേഡാണ്. അതുപോലെ തന്നെ പ്രിസിഷൻ ടൂൾ റൂം ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആൻസറുമായിട്ടൊരു ലിങ്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ടൂൾസ് ആൻഡ് ഗേജസ്, പ്രൊഡക്ഷൻ ഓഫ് കോമ്പോണൻസ്. അപ്പോൾ ഗ്രേഡ് 1 എന്ന് പറയുന്നത് ജനറൽ വർക്ക്ഷോപ്പ് ഗ്രേഡാണ്. പ്രിസിഷൻ ടൂൾ റൂം ആപ്ലിക്കേഷനിലും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ജനറൽ വർക്ക്ഷോപ്പ് ആപ്ലിക്കേഷൻ എന്നാണ് ഗ്രേഡ് 2 പറയുന്നത്. ഓക്കെ, ഗ്രേഡ് 2. ഓക്കെ, ഞാനൊന്നുകൂടെ പറയുന്നു, ഞാൻ ആൻസർ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ രണ്ടും തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നിരുന്നാലും ഗ്രേഡ് 1 ആൻസറായിട്ട് വരാം, അല്ലെങ്കിൽ ഗ്രേഡ് 2 അങ്ങാണോ ആൻസർ കീയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആൻസർ തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ടൊന്ന് അപ്പീൽ ഒന്ന് ആൻസർ കീ കംപ്ലീറ്റ് ചെയ്യുമോ, അത് ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓക്കെ. സോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറയാം. അതായത് ഒരു കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു പോയിൻ്റ് ഗ്രേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം.
അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇൻ വെർനിയർ കാലിപ്പർ ദ വെർനിയർ സ്കെയിൽ ഹാസ് 50 ഡിവിഷൻ വിച്ച് ആർ നമ്പേർഡ് ഫ്രം 0 to 50. എവരി 5th ഡിവിഷൻ നമ്പേർഡ്. അപ്പോൾ ഒരു വെർനിയർ കാലിപ്പറിൽ 50 ഡിവിഷൻ, ഓരോ ഡിവിഷൻ 0 മുതൽ 50 വരെയാണ്, ഓരോ അഞ്ചാമത്തതിലും നമ്പർ ചെയ്തിട്ടുണ്ട്. അപ്പം ദ ലെങ്ത് ഓഫ് 50 ഡിവിഷൻ ഓൺ ദ വെർനിയർ ഈസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ്. അപ്പോൾ ഇത് ഇത്രയും, ഈ ചോദ്യമൊന്നും അവിടെ വരെ ഒരു ചോദ്യമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ളതാണ് ലെങ്ത് ഓഫ് 50 ഡിവിഷൻ ഓൺ ദ വെർനിയർ ഈസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് 49 ഡിവിഷൻ ഓർ 49 മില്ലിമീറ്റർ ഓൺ ദ മെയിൻ സ്കെയിൽ. വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ കാലിപ്പർ? ചോദ്യം ഇത്രയേ ഉള്ളൂ, വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ കാലിപ്പർ? ഇതിനാണ് ഇത്രയും കറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് കാണുന്ന ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഓക്കെ. അപ്പം ലീസ്റ്റ് കൗണ്ട് കാണുന്ന ഫോർമുല ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷനാണ്. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഒന്നാണ്, ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ പറയുന്നുണ്ട് ദ ലെങ്ത് ഓഫ് 50 ഡിവിഷൻ ഓൺ ദ വെർനിയർ ഈസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് 49 ഡിവിഷൻ ഓർ 49 മില്ലിമീറ്റർ ഓൺ മെയിൻ സ്കെയിൽ എന്ന് പറയുന്നുണ്ട്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? മെയിൻ സ്കെയിലായിട്ടുള്ള 49 എഴുതുന്നു, ദെൻ ഡിവൈഡ് ബൈ നമ്മുടെ 50 ഡിവിഷൻ കൊണ്ട് വെർനിയർ സ്കെയിൽ എഴുതുന്നു. സോ ഡിവൈഡ് ചെയ്ത് നോക്കാൻ നേരത്ത് 50 49 പോകാത്തത് കൊണ്ട് മുകളിൽ നമ്മളൊരു പോയിൻ്റ് ചേർത്ത് കൊടുക്കുന്നു, ഇവിടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുന്നു. 50 490 എത്ര തവണ പോവും? 9 തവണ 450. 9 ഗുണം 50 എത്രയാണ്? 450 സോ 450 നമ്മൾ എന്ത് ചെയ്യുന്നു? താത്തിറക്കുന്നു. ഞാനിങ്ങനെ ഒന്നേന്ന് ഹരണം പഠിപ്പിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് കാണിച്ചു തരുന്നതെന്നുള്ള. ഞാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് 9 5 പോയി കഴിഞ്ഞാൽ 4 40 മിച്ചം വന്നത്. ഓക്കെ, സോ 40 വന്നു. ഇനി 50 40 പോകാത്തതുകൊണ്ട് ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുന്നു. 400 50 ഗുണം 8 എന്നുള്ളത് ഇതാണ്. സോ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ 0.98 1 മൈനസ് 0.98 എന്ന് വരും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ 1 മൈനസ് 0.98 സോ 1 മൈനസ് 0.98. അപ്പോൾ 0ൽ നിന്ന് 8 പോകത്തില്ല, 1 എടുത്ത് ഇപ്പുറത്തോട്ട് ഇടുന്നു, അപ്പോൾ 10 ഇനി ഇവിടെ വീണ്ടും വേണം 10 ഇങ്ങോട്ട് എടുത്തിടുന്നു, അപ്പോൾ ഇവിടെ 10 ഇവിടെ 9 ആയാലും ഇവിടെ എത്രയായി? 9 സോ ഓക്കെ. അപ്പോൾ 10 8 പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 2 ഇവിടെ 9 തന്നെ ആയിരുന്നു, 9 0. സോ 0.1 അപ്പുറത്തേക്ക് ഇട്ടിരുന്നു, അതുകൊണ്ട് ഇവിടെ 0 0.02 മില്ലിമീറ്റർ. സോ ആൻസർ 0.02 മില്ലിമീറ്റർ എന്നുള്ളതാണ്. ഇത്രയും ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് നല്ല പഠിക്കുന്ന കുട്ടികളാണെന്നറിയാം. എന്നിരുന്നാലും പുറകെ ആരെങ്കിലും ഈ വീഡിയോ വഴിതെറ്റി വന്ന് കണ്ടാൽ അവർക്കും കൂടി മനസ്സിലാവട്ടെ എന്ന് കരുതി ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ഹാമർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നിമി ബേസ്ഡ് ചോദ്യമാണ്. ഓക്കെ, പ്രത്യേകിച്ച് പറയേണ്ട, ഒരുവിധം എല്ലാം നിമി ബേസ്ഡ് തന്നെയാണ്. ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീലാണ് ആൻസർ എന്ന് പറയുന്നത്. അതിൻ്റെ വുഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഹാൻഡിൽ നിർമ്മിച്ചിരിക്കുന്ന വുഡ് കൊണ്ടാണ്. എന്തിനാണ്? ഷോക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹൗ ബെഞ്ച് വൈസ് ഈസ് സ്പെസിഫൈഡ്? ബെഞ്ച് വൈസ് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? വിഡ്ത്ത് ഓഫ് ദി ജാവിൻ്റെ അടിസ്ഥാനത്തിൽ. അതൊക്കെ എല്ലാവരും ശരിയാക്കും, കാരണം ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. ദ സൈസ് ഓഫ് വൈസ് സ്റ്റേറ്റഡ് ബൈ ദ വിഡ്ത്ത് ഓഫ് ദി ജാവ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി അടുത്ത്, വാട്ട് ഈസ് ദ ആക്യുറസി ഓഫ് സ്റ്റീൽ റോൾ ഇൻ ബ്രിട്ടീഷ് സിസ്റ്റം? ബ്രിട്ടീഷ് സിസ്റ്റമാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് സിസ്റ്റം അനുസരിച്ച് 1/64 ഇഞ്ചാണ്. സോ എന്നിരുന്നാലും ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ റെഫറൻസ് 1/5 മെട്രിക്കിൽ 0.5 മില്ലിമീറ്ററും ഇഞ്ചസിൽ 1/64 ഇഞ്ചുമാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ ആക്യുറസി ഓഫ് ട്രൈ സ്ക്വയർ 10 മില്ലിമീറ്റർ ലെങ്ത്? 10 മില്ലിമീറ്റർ ലെങ്തിൽ ട്രൈ സ്ക്വയറിൻ്റെ ആക്യുറസി 0.002 മില്ലിമീറ്റർ ആണ്. അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോർ ആക്യുറസി ഓഫ് മെഷർമെൻറ്റ് ബൈ ട്രൈ സ്ക്വയർ ഇസ് എബൌട്ട് 0.002 മില്ലിമീറ്റർ ഫോർ 10 മില്ലിമീറ്റർ ലെങ്ത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ജെന്നി കാലിപ്പർ? ജെന്നി കാലിപ്പർ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തു. 2 ചോദ്യങ്ങളാണ് ജെന്നി കാലിപ്പറിൽ നിന്ന് വന്നിട്ടുള്ളത്. ജെന്നി കാലിപ്പർ ചെറിയൊരു ടോപ്പിക്ക്, പക്ഷേ എല്ലാ എക്സാംസിനും ചോദ്യം ഉണ്ടാവും. ഓക്കെ, ഹെർമോഫ്രോഡൈറ്റ് കാലിപ്പർ, ലെഗ് ആൻഡ് പോയിൻ്റ് കാലിപ്പർ, ഓൾഡ് ലെഗ് കാലിപ്പർ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലേ. ജെന്നി കാലിപ്പർ ഈസ് ആൾസോ നോൺ ആസ് ഹെർമോഫ്രോഡൈറ്റ്, ലെഗ് ആൻഡ് പോയിൻ്റ്, ഓൾഡ് ലെഗ് കാലിപ്പർ. ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇതൊക്കെ കാണാതെ പഠിച്ച്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ടപ്പേന്ന് മനസ്സിലേക്ക് വരുമെന്നുള്ളതാണ് സത്യം. അടുത്തത്, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടെസ്റ്റിംഗ് ദ സ്ട്രൈറ്റ്നെസ് ആൻഡ് ഫ്ലാറ്റ്നെസ് ഓഫ് പ്ലെയിൻ സർഫസ് എന്നുള്ളതാണ്. സ്റ്റീർ റോൾ വരുമോ? ഇല്ല. വെർനിയർ കാലിപ്പർ വരത്തില്ല. സ്പിരിറ്റ് ലെവലോ? ദെൻ ആൻസർ ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് എഡ്ജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം സ്ട്രൈറ്റ് എഡ്ജിൻ്റെ ഡെഫിനിഷൻ ഫോർ ടെസ്റ്റിംഗ് സ്ട്രൈറ്റ്നെസ് ആൻഡ് ടു യൂസ് ഗൈഡ് ഫോർ മാർക്കിംഗ്
സ്ട്രൈറ്റ് ലൈൻസ്, സ്ട്രൈറ്റ് എഡ്ജസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്, കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ദീസ് ആർ സോ അത് നിങ്ങൾ ഞാൻ ഇത് PDF നോക്കിയിട്ട് വായിച്ചാൽ മതി കേട്ടോ. അടുത്ത 17 വിച്ച് പാർട്ട് ഓഫ് കോമ്പിനേഷൻ സെറ്റ് ഈസ് യൂസ്ഡ് ലൊക്കേറ്റ് ദ സെൻറ്റർ ഓഫ് സിലിണ്ടറിക്കൽ ജോബ്. ലൊക്കേറ്റ് ദ സെൻറ്റർ ഓഫ് സിലിണ്ടറിക്കൽ ജോബ്. അപ്പോൾ സെൻറ്റർ ഹെഡ് ആയാലും പ്രൊട്ടക്ടർ ഹെഡ്, റോള് സ്ക്വയർ എല്ലാം ഈ പറയുന്ന കോമ്പിനേഷൻ സെറ്റിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് ഏതാണ് സെൻറ്റർ ഹെഡ് എന്നറിയോ? ഇതാണ് സെൻറ്റർ ഹെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സെൻറ്റർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവിടെ മാത്രമാണുള്ളത് അല്ല, ഇവിടെയും സെൻറ്റർ ഹെഡ് പറഞ്ഞിട്ടുണ്ട്. ദിസ് അലോങ് വിത്ത് ദ റോള് യൂസ്ഡ് ലൊക്കേറ്റ് ദ സെൻറ്റർ ഓഫ് സിലിണ്ടറിക്കൽ ജോബ്. അപ്പോൾ ആൻസർ എന്തായിട്ടുണ്ട്? ആൻസർ സെൻറ്റർ ഹെഡ് ആയിട്ടുണ്ട്. കോമ്പിനേഷൻ സെറ്റ് യൂസർ ലൊക്കേറ്റ് ദ സെൻറ്റർ ഓഫ് സിലിണ്ടറിക്കൽ ജോബ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹൗ മെനി മിനിറ്റ്സ് ആർ ഇൻ 1 ഡിഗ്രി. 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. ഭയങ്കര ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് 1 ഡിഗ്രി 1 മിനിറ്റ് 60 മിനിറ്റാണ്, 1 മിനിറ്റ് 60 സെക്കൻഡാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് FPS സിസ്റ്റം. FPS അനുസരിച്ച് പൗണ്ടാണ്. ഫൂട്ട് പൗണ്ട് അല്ല, ഓക്കെ, ഫൂട്ട് പൗണ്ട് സെക്കൻഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പൗണ്ടാണ് അതിൻ്റെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം പോലെ പുറത്തുനിന്നൊന്നും പോയിട്ടില്ല കേട്ടോ, എല്ലാം ട്രേഡ് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ട്. മാസ് അനുസരിച്ച് കിലോഗ്രാമാണ് മെട്രിക് വെച്ച് അല്ലെങ്കിൽ ലെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ മെട്രിക് കിലോഗ്രാം ആവുന്ന സമയത്ത് ഇവിടെ എന്താണ് പൗണ്ടാണ് എന്നുള്ളത്, ബ്രിട്ടീഷ് പൗണ്ടാണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ. ഹൗ സ്ക്രൂ ഡ്രൈവർ ആർ സ്പെസിഫൈഡ്. സ്ക്രൂ ഡ്രൈവർ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു ദ ലെങ്ത് ഓഫ് ഷാങ്ക് അല്ലെങ്കിൽ ബ്ലേഡ്, അതുപോലെ തന്നെ വിഡ്ത്ത് ഓഫ് ദി ടിപ്പ് എന്നിങ്ങനെ 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലെങ്ത് ഓഫ് ദി ബ്ലേഡ് അഥവാ ഷാങ്ക്, വിഡ്ത്ത് ഓഫ് ദി ടിപ്പ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്ക്രൂ ഡ്രൈവറിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് 21ാമത്തെ ചോദ്യം. 20 ചോദ്യങ്ങൾ വന്ന സമയത്ത് എന്താണ് നമുക്കൊരു 2 ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എന്ത് ചെയ്ത് നോക്കാം, കീ റെഫറൻസ് ആയിട്ട് വെച്ച് നോക്കാം. ബാക്കി 18 ചോദ്യങ്ങളിൽ M88 എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, IT-യിൽ ഫിറ്റർ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്കിൽ നിന്നുള്ളതാണ്. മാത്രമല്ല ഇതിലുള്ള 20 ചോദ്യങ്ങളും കറക്റ്റ് ഈക്വൽ വെയിറ്റേജ് നമുക്ക് തന്നിട്ടുള്ള സിലബസിലെ വെയിറ്റേജ് പാലിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി നോക്കാം. ഓക്കെ, അടുത്ത 21ാമത്തെ ചോദ്യം കട്ടിംഗ് ടൂൾസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും ഇതുപോലെ തന്നെ ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. 21 എന്ന് പറയുമ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് നീഡിൽ ഫയൽ ലെങ്ത് എന്ന് പറയുന്നത് നോമിനൽ ലെങ്തും ടാങ്ക് ലെങ്തും കൂടെ ചേരുന്നതാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫയൽ ലെങ്തും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഫയൽ ലെങ്തും ഇവിടെ വരെയുള്ള ടാങ്ക് ലെങ്തും കൂടെ ചേരുന്നതാണ് എന്ത് എന്ന് പറയുന്നത് നോമിനൽ ലെങ്ത് എന്ന് പറയുന്നത്. നോമിനൽ ലെങ്ത് എന്ന് പറയുന്നത് 120 മില്ലിമീറ്റർ മുതൽ 180 മില്ലിമീറ്റർ വരെയുള്ള ഫയൽസാണ് സാധാരണ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത 22ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിലേറ്റഡ് ടു ഗ്രൈൻഡിങ് വീൽ ബോണ്ട്. ഗ്രൈൻഡിങ് വീൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഷെല്ലാക്ക് ബോണ്ട് വീൽസ് ഹാവ് മൈൽഡർ ആക്ഷൻ ആൻഡ് കട്ട് വിത്ത് ലെസ് ഹാർനെസ് ദാൻ വിട്രിഫൈഡ് ബോണ്ട്. ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോണ്ടിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷെല്ലാക്ക് ബോണ്ടല്ല, അതെന്ന് പറയുന്നത് സിലിക്കേറ്റ് ബോണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സിലിക്കേറ്റ് വിൽ ഹാവ് മൈൽഡർ ആക്ഷൻ ആൻഡ് കട്ട് വിത്ത് ലെസ് ഹാർനെസ് ദാൻ വിട്രിഫൈഡ് വീല്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്, അത് മറ്റൊരു ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് വെട്ടിക്കളയാം. അടുത്ത സിലിക്കേറ്റ് ബോണ്ട് ഈസ് യൂസ്ഡ് ഫോർ ഹെവി ഡ്യൂട്ടി ലാർജ് ഡയമീറ്റർ വിൽസ് വെയർ ഫൈൻ ഫിനിഷ് ഈസ് റിക്വേർഡ്. സിലിക്കേറ്റ് ബോണ്ട് ഈസ് യൂസ്ഡ് ഹെവി ഡ്യൂട്ടി. ശരിയാണോ നോക്കാം. സിലിക്കേറ്റ് ബോണ്ടിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാലോ സിലിക്കേറ്റ് ബോണ്ടിൻ്റെ സിലിക്കേറ്റ് ബോണ്ടല്ല, അത് ഷെല്ലാക്ക് ബോണ്ടാണ്. ദിസ് ഈസ് യൂസ്ഡ് ഹെവി ഡ്യൂട്ടി ലാർജ് ഡയമീറ്റർ. സോ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, നൈസായിട്ട് തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ അതായത് ടെക്സ്റ്റ് നന്നായി ഈ ഫിറ്ററിൻ്റെ ടെക്സ്റ്റ് നന്നായി റെഫർ ചെയ്തിട്ട ചോദ്യം പോലെ എനിക്ക് ചെയ്തത്. അതായത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെയോ കുറേ ക്വസ്റ്റ്യൻ വാരി ഇടുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ ആയിട്ട് തോന്നിയില്ല ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ. അടുത്ത വിട്രിഫൈഡ് ബോണ്ട് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ബോണ്ട് ആൻഡ് ഇറ്റ് ഹാസ് ഹൈ പൊറോസിറ്റി ആൻഡ് സ്ട്രെങ്ത്. ശരിയായിട്ടുള്ള പോയിൻ്റാണ്. റെസിനോയിഡ് ബോണ്ട് ഈസ് യൂസ്ഡ് ഹാഫ് ഫോർ സ്പീഡ് വീൽസ് ആൻഡ് യൂസ് ഫോർ റെസിസ്റ്റിംഗ്. ശരിയാണ്. 3ഉം 4 സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ശരിയായിട്ടുള്ളത്. 3ഉം 4ഉം സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാം. വിട്രിഫൈഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ബോണ്ടാണ്. അതുപോലെ തന്നെ ഹൈ പൊറോസിറ്റി ആൻഡ് സ്ട്രെങ്ത്. ഓക്കെ, സോ അതുപോലെ തന്നെ പിന്നെ അടുത്ത് പറഞ്ഞാൽ റെസിനോയിഡ് ബോണ്ടാണ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ സ്പീഡ് വീൽസ്. സച്ച് വീൽസ് ആർ യൂസ്ഡ് ഇൻ ഫൗണ്ടറീസ് ഡ്രസ്റ്റിംഗ് കാസ്റ്റിംഗ്. അത് 13ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ പോയിൻ്റ് ആംഗിൾ ഓഫ് ചിസൽ. ഹാവി റേക്ക് ആംഗിൾ 30 ഡിഗ്രിയാണ്. ക്ലിയറൻസ് ആംഗിൾ 20 ഡിഗ്രിയാണ്. ഓർത്ത് വെക്കുക, പോയിൻ്റ് എന്താണ് റേക്ക് ആംഗിൾ 30 ഡിഗ്രിയും അതുപോലെ തന്നെ ക്ലിയറൻസ് ആംഗിൾ 20 ഡിഗ്രിയാണെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇതാണ് ചിസൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ചിസൽ എന്ന് പറയുന്നത്. പറഞ്ഞിട്ടുള്ള എന്താണ്
റേക്ക് ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണെന്ന് പറയുന്നുണ്ട്. റേക്ക് ആംഗിൾ എത്ര ഡിഗ്രിയാണെന്ന് പറയുന്നുണ്ട്. ഇതാണ് റേക്ക് ആംഗിൾ. ഇതെന്ന് പറയുന്നത് ഒരു 30 ഡിഗ്രിയാണ്. ഓക്കെ, ഡിഗ്രീൻ്റെ ഇച്ചിരി വലുതായിപ്പോയി. അപ്പോൾ എന്താണ് 30 ഡിഗ്രിയാണെന്നുള്ളതും, സോറി ഗൈസ്, ഒരിക്കൽ കൂടി 30 ഡിഗ്രി. ദെൻ ഇവിടെ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണെന്ന് പറയുന്നുണ്ട്. ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണെന്നും പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടെ നിന്നും ഇവിടെ വരെ എത്ര ഡിഗ്രിയാണ്? ഇത് എത്ര ഡിഗ്രിയാണ്? നമുക്കറിയാം ഇതെന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇതാണല്ലോ പോയിൻ്റ് ആംഗിൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ 90 ഇത് തമ്മിൽ കൂട്ടി കുറച്ചാൽ പോരെ. 30 + 20 50 90 50 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 40 അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ആൻസർ എന്ന് പറയുന്നത്. എത്രയാണ് വരിക? 40 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓപ്ഷനിൽ 40 ഉണ്ടെങ്കിൽ 40 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് ആൻസർ എന്ന് പറയുന്നത്, 40 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. നോർമൽ 90 ഡിഗ്രിയാണ് എന്തെന്ന് പറയുന്നത്, പോയിൻ്റ് ആംഗിൾ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എ ഹോൾ ഈസ് റീമഡ് വിത്ത് എ 10 mm റീമർ. ഒരു 10 mm റീമർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹോൾ റീം ചെയ്തു. ഡ്രിൽ സൈസ് ഷുഡ് ബി. അവിടെ ഡ്രിൽ സൈസ് ആണ്. ഡ്രിൽ സൈസ് കാണാനുള്ള ഒരു ഫോർമുലയുണ്ട്. എന്താണ് ഫിനിഷ്ഡ് സൈസ് മൈനസ് അണ്ടർ സൈസ് പ്ലസ് ഓവർ സൈസ് എന്നുള്ളതാണ്. ഓക്കെ, ഡ്രിൽ സൈസ് = റീമഡ് സൈസ് മൈനസ് അണ്ടർ സൈസ് പ്ലസ് ഓവർ സൈസ്. ഇവിടെ ഈ ഒരു ഓവർ സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഓവർ സൈസ് എപ്പോഴും 0.05 എന്ന് പറയുന്ന അളവ് തന്നെയായിരിക്കും. ഇവിടുത്തെ അണ്ടർ സൈസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ചേഞ്ച് ആവും. അത് ചേഞ്ച് ആവുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഡയമീറ്റർ റീം ചെയ്യുന്ന റീമറിൻ്റെ ഹോളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 5-ൽ താഴെയാണെന്നുണ്ടെങ്കിൽ 0.1 മുതൽ 0.2, 5 മുതൽ 20 ആണെങ്കിൽ ആ രീതിയിലാണ് പോകുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഡയമീറ്റർ എത്രയാണ്? നമുക്ക് തന്നിട്ടുള്ള ഡയമീറ്റർ എന്ന് പറയുന്നത് 10 mm ഡയമീറ്ററാണ്. സോ 5 മുതൽ 20 വരെയുള്ളതിന് 0.2 മുതൽ 0.3 വരെയാണ്. സോ അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ആയിട്ട് കൺസിഡർ ചെയ്യാം? 0.2 അണ്ടർ സൈസ് എന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, 10 mm ആണ് ഫിനിഷ്ഡ് സൈസ്. അണ്ടർ സൈസ് എന്ന് പറയുന്നത് 0.2 mm ആണ്. ഓവർ സൈസ് 0.2 കൂടെ കുറയ്ക്കുന്ന സമയത്ത് 9.75 mm എന്ന് പറയും. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരക്കത്തിൽ പോലും അവർ മാറ്റം ഇട്ടിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ടെക്സ്റ്റ് നന്നായി റെഫർ ചെയ്തിട്ടതുപോലെയാണ് ഫീൽ ചെയ്തത് എന്ന്. അപ്പോൾ എന്നിരുന്നാലും എല്ലാവർക്കും വളരെയധികം ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നി എന്നാണ് ഒരു പൊതു അഭിപ്രായവും. ഓക്കെ, ഇനി മാച്ച് ദ ഫോളോവിങ്. ഇവിടെ എന്ന് പറയുന്നത് മെൽസ ഫയൽ യൂസ്ഡ് ഫോർ ഡൈസിംഗിങ്, എൻഗ്രേവിങ് ആൻഡ് സിൽവർ സ്മിത്ത് വർക്ക്. സോ നമുക്കറിയാം ഡൈസിംഗിങ്, എൻഗ്രേവിങ്, സിൽവർ സ്മിത്ത് വർക്ക് എന്ന് പറയുന്ന റെഫ്ലർ ഫയലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം ഓപ്ഷൻ, അതായത് D1 പൊരുത്തപ്പെടുന്നത് ഏതാണെന്ന്. D4 അപ്പോൾ ഈ ഓപ്ഷൻ വരത്തില്ല അല്ലേ. ദെൻ D1 ഈ ഓപ്ഷൻ വരാം. മൂന്നാമത്തെ ഓപ്ഷൻ D4 അത് വരത്തില്ല. സോ അപ്പോൾ 3 എലിമിനേറ്റ് ചെയ്തു. അടുത്ത ഒരെണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ അത് തന്നെയായിരിക്കും ആൻസർ. അതെല്ലാം ഇവിടെയായിട്ട് എന്ത് ചെയ്യുക, താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിയാണ് എന്നുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാവുന്നതാണ്. ഇത് റിഫ്ലർ ഫയലിനെ മാത്രം കാണിച്ചു തരാം. റിഫ്ലർ ഫയർ എന്ന് പറയുന്നത് ഡൈസിംഗിങ്, എൻഗ്രേവിങ് ആൻഡ് സിൽവർ സ്മിത്ത് വർക്കിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ വിത്ത് റിലേറ്റഡ് ഫയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇൻ എ സിംഗിൾ കട്ട് ഫയൽ ദ ടീത്ത് ആർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ടു ദ സെൻറ്റർ ലൈൻ ആൻഡ് സെക്കൻഡ് കട്ട് ഫയൽ ഓവർ കട്ട്. അപ്പം അതായത് സിംഗിൾ കട്ട് ഫയൽ ഒരു സെൻട്രൽ ലൈനിൽ നിന്ന് ഒരു ടീത്താണ് പോയിട്ടുള്ളത്. ആ സെൻട്രൽ ലൈനിൽ നിന്ന് അതിൻ്റെ ആംഗിൾ 60 ഡിഗ്രിയാണ്. സെക്കൻഡ് കട്ട് ഫയൽ 2 കട്ടുകളുണ്ട്. ആ 2 കട്ടുകളുണ്ട്. അതിൽ ഇങ്ങനെ ഏതൊരു ഫയലാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് പോയിരിക്കുന്നതിന് ഓവർ കട്ടും ഇങ്ങോട്ട് പോയിരിക്കുന്ന അപ്പ് കട്ടുമാണ്. സോ ഇങ്ങോട്ട് പോയിരിക്കുന്നതിൻ്റെ സെൻട്രൽ ലൈനിൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 70 ഡിഗ്രി മുകളിലേക്കുള്ളത്. ഇങ്ങോട്ട് പോയിരിക്കുന്നതിനകത്ത് 50 ഡിഗ്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് ശരിയായിട്ടുള്ള 51 ഡിഗ്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓവർ കട്ടിൻ്റെ 70 ഡിഗ്രി താഴോട്ടുള്ളത് 70 ഡിഗ്രി, മുകളിൽ 51 ഡിഗ്രി ശരിയായിട്ടുള്ളതാണ്. ഓക്കെ,
ദെൻ അടുത്തത് നോക്കുകയാണെങ്കിൽ റാസ്പ് കട്ട് ഫയൽ ആർ അവൈലബിൾ ഓൺലി ഫ്ലാറ്റ് ഷേപ്പ് ആൻഡ് കർവ്ഡ് കട്ട് ഫയൽ അവൈലബിൾ ഓൺലി ഹാഫ് റൗണ്ട്. കർവ്ഡ് കട്ട് ഫയൽ ഫ്ലാറ്റിലെ മാത്രമേ അവൈലബിൾ ആകത്തുള്ളൂ. തെറ്റാണ്. ലെങ്ത് ഓഫ് ദ ഫയൽ ഡിസ്റ്റൻസ് ഫ്രം ദ ടിപ്പ് ടു ദ ഹാൻഡിൽ. ടിപ്പ് ടു ദ ഹാൻഡിലല്ല, ടിപ്പ് ടു ദ ഏതാണ്, ഹീലാണ് വരുന്നത്. ഓക്കെ. ദെൻ ബാസ്റ്റേർഡ് ഫയൽ യൂസർ ബ്രിങ്ങിങ് ദ ജൂപ്പ് ക്ലോസ് ടു ഫിനിഷിംഗ് സൈസ്. അത് ബാസ്റ്റേർഡ് ഫയലല്ല, സെക്കൻഡ് കട്ട് ഫയലാണ്. എനിവേ ഇവിടെ 3 ഓപ്ഷൻ തെറ്റാണ്, 1 മാത്രം ശരിയാണ്. പക്ഷേ ഒൺലി 1 എന്നൊരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് നൺ ഓഫ് ദി എബോ ആയിരിക്കും ശരിയായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. ഇവിടെ സംഭവം എല്ലാം കൂടെ കൊടുത്തിട്ടില്ല, ആകെ ഗ്രേഡിൻ്റെ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അടുത്തത് എല്ലാം കൂടെ കൊടുക്കേണ്ടതായിരുന്നു. ഓക്കെ. സോ നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ദ ആംഗിൾ ഓഫ് കൗണ്ടർ സിങ്കിങ് ഫോർ യൂസ് കൗണ്ടർ സിങ്കിങ് ഹെഡ് സ്ക്രൂസ് ആൻഡ് ഡീവർ 90 ഡിഗ്രിയാണ്. അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. 75 ഡിഗ്രി കൗണ്ടർ സിങ്ക് റിവറ്റിങ്, 80 ഡിഗ്രി കൗണ്ടർ സിങ്ക് സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസ്, 90 ഡിഗ്രി കൗണ്ടർ സിങ്ക് ഹെഡ് സ്ക്രൂസ് ആൻഡ് ഡീവറിങ്, 120 ഡിഗ്രി ചാംഫറിങ് എൻസ് ഓഫ് ഹോൾസ് ബി ത്രെഡഡ് ഓർ അതർ മെഷീനിങ് പ്രോസസ്. 90 ഡിഗ്രിയാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 28ാമത്തത് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ചിസൽ ആംഗിൾ. ചിസൽ ആംഗിളുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യം ദ കറക്റ്റ് പോയിൻ്റ് ആംഗിൾ ആൻഡ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ജനറേറ്റ് ദ കറക്റ്റ് റേക്ക് ആൻഡ് ക്ലിയറൻസ് ആംഗിൾ. വളരെ കറക്റ്റാണ്. സോ ഇവിടെ നോക്കുക, ദ കറക്റ്റ് പോയിൻ്റ് ഓർ കട്ടിംഗ് ആംഗിൾ, ദ പോയിൻ്റ് ആംഗിൾ ആൻഡ് കട്ടിംഗ് എന്താണ് ആംഗിൾ ചിസൽ ഡിപ്പെൻഡ് ഓൺ ദ സോ ദ കറക്റ്റ് പോയിൻ്റ് ഓർ ദ കറക്റ്റ് പോയിൻ്റ് കട്ടിംഗ് പോയിൻ്റ് ആംഗിൾ അല്ലെങ്കിൽ കട്ടിംഗ് ആംഗിൾ ചിസൽ ഡിപ്പെൻഡ് ഓൺ ദ മെറ്റീരിയൽ ടു ബി ചിപ്പ്ഡ്. സോ കറക്റ്റ് പോയിൻ്റ് ആൻഡ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ജനറേറ്റ് ദ കറക്റ്റ് റേക്ക് ആൻഡ് ക്ലിയറൻസ് ആംഗിൾ. ഓക്കെ. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇഫ് ദ ക്ലിയറൻസ് ആംഗിൾ ഇസ് ടു ഗ്രേറ്റ് ദ റേക്ക് ആംഗിൾ ഇൻക്രീസസ്. ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ക്ലിയറൻസ് ആംഗിൾ ഇവിടുത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു റേക്ക് ആംഗിൾ ഇതും ക്ലിയറൻസ് ആംഗിൾ ഇതുമാണ്. അപ്പോൾ ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത് ക്ലിയറൻസ് ആംഗിൾ ഇതാണ്. ക്ലിയറൻസ് ആംഗിൾ ഡിഗ്രീസ് ആയിക്കഴിഞ്ഞാൽ ക്ലിയറൻസ് ആംഗിൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ റേക്ക് ആംഗിൾ കൂടും. അതേസമയം റേക്ക് ആംഗിൾ കൂടിക്കഴിഞ്ഞാൽ ക്ലിയറൻസ് ആംഗിൾ കുറയും. ആ രീതിയിലാണ് വരുന്നുണ്ടാവുക. ഇവിടെ കൊടുത്തിട്ടുള്ളതോ ക്ലിയറൻസ് ആംഗിൾ ഈസ് ടു ഗ്രേറ്റ് റേക്ക് ആംഗിൾ ഇൻക്രീസസ്. അപ്പോൾ ചിസൽ ഇരിക്കുകയാണ്. ഓക്കെ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ക്ലിയറൻസ് ആംഗിൾ ഇസ് ടു ഗ്രേറ്റ്, അതായത് ക്ലിയറൻസ് ആംഗിൾ വളരെ കൂടി, അതായത് ക്ലിയറൻസ് ആംഗിൾ ഇത് ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ക്ലിയറൻസ് ആംഗിൾ ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് റേക്ക് ആംഗിൾ ഡിഗ്രീസ് ആവുക ചെയ്യുക. ഓക്കെ, ഡിഗ്രീസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് അവിടെ തെറ്റല്ലേ വന്നിട്ടുള്ളത്? ഇത് ശരിയാണ്, ഇതെന്താണ് തെറ്റാണ്. ക്ലിയറൻസ് ആംഗിൾ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ബോട്ടം ഫേസ് ഓഫ് ദ കട്ടിംഗ് പോയിന്റ് ആൻഡ് ദ ടാൻജന്റ് ടു വർക്ക് സർഫസ്. ശരിയാണ്. റേക്ക് ആംഗിൾ ഇസ് ആംഗിൾ, ഇതും ശരിയാണ്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ 1 2 3 1 3 4 1 3 4 എ ആണ് ശരിയായിട്ടുള്ളത്. എനിവേ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഫിഗറിൽ മാത്രമല്ല, റേക്ക് ആംഗിൾ എന്താണ്, റേക്ക് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ തന്നെ ക്ലിയറൻസ് ആംഗിൾ എന്താണ്, എന്ത് കൂടുമ്പോൾ എന്ത് കുറയും, ഇതെല്ലാം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് വിത്ത് റിലേറ്റഡ് ടു ഹാക്സോ ബ്ലേഡ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓൾ ഹോഡ് ബ്ലേഡ് ഷുഡ് ബി തിന്നർ ദാൻ ഫ്ലെക്സിബിൾ ബ്ലേഡ് എന്നുള്ളതാണ്. അപ്പോൾ നോക്കി, ഫ്ലെക്സിബിൾ ബ്ലേഡ് ഷുഡ് തിന്നർ ദാൻ ദ ഓൾ ഹാർഡ് ബ്ലേഡ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. 2 ഇൻഫ്ലെക്സിബിൾ ബ്ലേഡ് ഓൺലി ടീത്ത് ആർ ഹാർഡൻഡ് എന്നുള്ളതാണ്. ശരിയാണ്. ഫ്ലെക്സിബിൾ ബ്ലേഡിൻ്റെ എന്താണ്? ഫ്ലെക്സിബിൾ ബ്ലേഡിൻ്റെ ഓൺലി ടീത്ത് ആർ ഹാർഡൻഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഫ്ലെക്സിബിൾ അത് ശരിയാണ്. ഓക്കെ, അത് ശരിയാണ്. ഫോർ കട്ടിങ് സോഫ്റ്റ് മെറ്റീരിയൽ സച്ച് ആസ് ബ്രോൺസ് ബ്രാസ് സോഫ്റ്റ് സ്റ്റീൽ യൂസസ് 1 മില്ലിമീറ്റർ പിച്ച്. തെറ്റാണ്. കാരണം 1.8 മില്ലിമീറ്ററാണ് പിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഫോർ കട്ടിങ് കോൺക്രീറ്റ് അതർ തിൻ ട്യൂബിങ് ഷീറ്റ് മെറ്റലിന് 0. അത് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 3 4 ആണ്. ഓക്കെ, 3 4 ആണ്. 3 4 ആണോ? ഒന്നുകൂടെ നോക്കാം. വേർഡ് ഇൻഫ്ലെക്സിബിൾ ബ്ലേഡ് ഓൺലി ടീത്ത് ആർ, അത് 2ഉം ശരിയാണ്, 4ഉം ശരിയാണ്. 2ഉം 4ഉം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇവൻ ഞാൻ ബ്ലേഡിൻ്റെ പിച്ചിൻ്റെ കാര്യം കൂടെ പറയാം. സെലക്ഷൻ ഓഫ് പിച്ച് ഇതേണ്ട ബ്രോൺസ് ബ്രാസ് സോഫ്റ്റ് സ്റ്റീൽ 1.8 അവിടെ കൊടുത്തിരിക്കുന്ന 1 എന്നായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോൺക്രീറ്റ് അതർ തിൻ ട്യൂബിങ്ങിന് ഷീറ്റ് മെറ്റൽ വർക്കിനൊക്കെ 0.8. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കുന്ന സമയത്ത് ഇൻ എ ഡ്രിൽ ബിറ്റ് ദ നാരോ സ്ട്രിപ്പ് വിച്ച് എക്സ്റ്റെൻഡ് ദ എൻ്റയർ ലെങ്ത് ഓഫ് ദ ഫ്ലൂട്ട് ഈസ് നോൺ ആസ്, വേറൊന്നുമല്ല ലാൻഡ് എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട്
വളരെ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ലാൻഡ് ഓവർ മാർജിൻ, ദ ലാൻഡ് ഓവർ മാർജിൻ നാരോ സ്ട്രിപ്പ് വിച്ച് എക്സ്റ്റെൻഡ് ദ എൻ്റയർ ലെങ്ത് ഓഫ് ദി ഫ്ലോട്ട്സ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹൈ ലിമിറ്റ് ആൻഡ് ലോ ലിമിറ്റ് ഈസ് കാൾഡ്, വേറൊന്നുമല്ല ടോളറൻസ് ആണ്. ഓക്കെ, ടോളറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് ദ ഹൈ ലിമിറ്റ് ഓഫ് സൈസ് ആൻഡ് ദ മിനിമം ലിമിറ്റ് ഓഫ് സൈസ് അഥവാ ലോ ലിമിറ്റ് ഓഫ് ദ സൈസ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ആക്യുറസി ഓഫ് മെട്രിക് ഔട്ട്സൈഡ് വെർനിയർ മൈക്രോമീറ്റർ. മെട്രിക് ഔട്ട്സൈഡ് വെർനിയർ ആണ് ചോദിച്ചിട്ടുള്ളത്, ഔട്ട്സൈഡ് വെർനിയർ. കാരണം അപ്പോൾ എല്ലാവരും കൊടുത്തിട്ടുള്ളത് 0.01 മില്ലിമീറ്റർ ആണ്. അത് നോക്കിയേ, എ മൈക്രോമീറ്റർ പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ് മെഷർ ദ ജോബ് ജനറൽ വിത്തിൻ ആക്യുറസി 0.01 മില്ലിമീറ്റർ. ഇത് ഏതാണ്? ഇത് മെട്രിക് മൈക്രോമീറ്റർ ആണ്, ഇത് വെർനിയർ മൈക്രോമീറ്റർ അല്ല എന്ന് ഓർക്കുക. ശരിക്കും ഞാൻ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കാതെ, അതായത് 100 ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷനൊക്കെ എടുത്ത് വെക്കണ്ടേ. അപ്പോൾ ഞാൻ 32 ആയപ്പോഴത്തേക്കിനും കുറച്ച് കുഴഞ്ഞൊരു പരിപാടി. അപ്പോഴത്തേക്കിനും ഞാൻ പെട്ടെന്ന് എടുത്ത് വെച്ചപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയതാണ്, അല്ലാതെ ഒന്നുമല്ല. വെർനിയർ എന്നുള്ളത് ഞാൻ പിന്നീട് ഇതിപ്പം 2-3 വട്ടമായിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുവാണ്. ഓരോ തവണ റെക്കോർഡ് ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റും. ഓക്കെ, പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് മൊബൈലിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ടച്ച് നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല. ഔട്ട്സൈഡ് വെർനിയർ മൈക്രോമീറ്റർ, എന്തായാലും വെർനിയർ മൈക്രോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കിനും 0.001 മില്ലിമീറ്റർ വരും. കാരണം എന്താണെന്നറിയാമോ? ആ വെർനിയർ മൈക്രോമീറ്ററിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കൂടാതെ നമ്മുടെ ഡാറ്റൻ ലൈനിന് മുകളിൽ ഒരു 10 ഡിവിഷൻസ് കൂടി വരുന്നുണ്ട്. ഓക്കെ, ആ ഓരോ ഡിവിഷൻ, അതിനകത്തുള്ള 9 ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ തിമ്പിളിനകത്ത് 10 ഡിവിഷന് ഈക്വലായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് എൻ്റെ കാൽക്കുലേഷൻ പോകുന്നത്. വേണമെന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ മാത്രമായിട്ട് ചെയ്യാം. വെർനിയർ മൈക്രോമീറ്റർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടോപ്പിക്കായിട്ട് നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ആക്യുറസി ഓഫ് മെട്രിക് അത് കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ 2 മേറ്റിംഗ് പാർട്സ്. 2 മേറ്റിംഗ് പാർട്സുകൾ തമ്മിൽ, അതായത് ഓക്കെ, ഫിറ്റ് ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ 2 മേറ്റിംഗ് പാർട്സ്. ഓക്കെ, ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം, ഹോൾ ബേസിസ് സിസ്റ്റം ഒക്കെ പറയുന്ന ഒരു ടോപ്പിക്കല്ലേ, ടോളറൻസ്, അലവൻസ് അവിടെയുള്ളതാണ്. ഇനി വിച്ച് ടൈപ്പ് ഓഫ് ഫിക്സർ യൂസ്ഡ് മെഷീൻ ഓൺ ഈവൻലി സ്പേസ്ഡ് സർഫസ്. എവിടെയാണ് ചോദിച്ചിട്ടുള്ളത്? ഫിക്സറിൻ്റെ കാര്യമാണ്. ഈവൻലി സ്പേസ്ഡ് ആയിട്ടുള്ള ആ ഭാഗത്ത് യൂസ് ചെയ്യുന്ന ഫിക്സർ. അവിടെയും ഞാൻ നോട്ട് വെച്ചിട്ടുള്ളത് തെറ്റായിട്ടാണ്, ക്വസ്റ്റ്യൻ വായിച്ച സമയത്താണ് ശ്രദ്ധിച്ചത്. ഫിക്സർ ആണെന്നുള്ളത് ഇൻഡെക്സിങ് ഫിക്സറാണ്. സോ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഇൻഡെക്സിങ് ഫിക്സർ. ഓക്കെ, ഇൻഡെക്സിങ് ജിഗ് അല്ല, ഇൻഡെക്സിങ് ഫിക്സറാണ്. എന്നിരുന്നാലും ഇൻഡെക്സിങ് ജിഗ് യൂസ് ചെയ്യുന്ന ആക്യുറേറ്റ് സ്പേസ് ഹോൾസ് ഓൺ ദി അതർ മെഷീൻ അറൗണ്ട് പാർട്സ്. ഇതേപോലെ തന്നെ ജിഗിൽ വന്നിട്ടും ഇതുപോലെ തന്നെ എന്താണ് ഈവൻലി സ്പേസ്ഡ് ഭാഗത്തായിട്ട് അങ്ങനെ ഒരു എക്സ്പ്ലനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ടൈപ്പ് ഓഫ് ജിഗ് യൂസ്ഡ് ഫോർ ഔക്വാലി ഷേപ്ഡ് വർക്ക് പീസ് ടു ഡ്രിൽ ഡിഫറൻറ്റ് ആംഗിൾസ്. ഉത്തരം എന്ന് പറയുന്നത് ടൊണിയൻ ജിഗ് ആണ്. ടൊണിയൻ ജിഗിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ടൊണിയൻ ജിഗ് ഇതെന്ന് പറഞ്ഞാൽ ലാർജ് ഔക്വാലി ഷേപ്ഡ് വർക്ക് പീസ് ആർ ടു ബി ഡ്രില്ഡ് ഫ്രം ഡിഫറൻറ്റ് ഡയറക്ഷൻ എന്നുള്ളതാണ്. അടുത്ത 35 ദെൻ 36 വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഡ്രിൽ ഗേജ്. ഡ്രിൽ ഗേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു പീസായിരിക്കും കാസ്റ്റിൻ കൊണ്ട് നിർമ്മിച്ച്. അതിനകത്ത് എന്തിരിക്കുന്ന വ്യത്യസ്ത അളവിലുള്ള സ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അറിയാമെന്ന് വിശ്വസിക്കുന്നു. ചിത്രം ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിരിക്കുന്നത് ഡയമീറ്റർ ഓഫ് ദ ഡ്രില്ലിൻ്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, ഇവിടെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രിൽ ഗേജ്, അപ്പോൾ അതിനകത്ത് കുറേയധികം സ്ലോട്ട്സുകൾ ഉണ്ടായിരിക്കും, വ്യത്യസ്ത ഡയമീറ്റർ ഉള്ളതാണ്. ദ സൈസ് ഓഫ് ദ ഹോൾ സ്റ്റാമ്പ്ഡ് എഗെയിൻസ്റ്റ് ദ ഹോൾ. സോ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ഇവിടെ നോക്കാം. ദ ഡയമീറ്റർ ഓഫ് ദ ഡ്രിൽ ഈസ് ഗേജ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ റെസ്പെക്റ്റീവ് ഡ്രിൽ ഗേജ് എന്നുള്ളതാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ നെയിം ഓഫ് ഗേജ്. ഇതെന്ന് പറയുന്നത് സെൻറ്റർ ഗേജ് ആണ്. ഓക്കെ, സെൻറ്റർ ഗേജ് ആണ്. ഇവിടെ സെൻറ്റർ ഗേജിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഗേജ് ആണെന്ന് പറയാൻ ഇതിവിടെ എക്സ്പ്ലനേഷനല്ലേ ഉള്ളൂ വേണ്ടേ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം.
വാട്ട് ഈസ് ദ റീഡിങ് ഓഫ് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ 50 to 75 millimeter. അപ്പം അത് മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ മിനിമം സൈസ് എടുക്കുന്നു. അതെന്ന് പറയുന്നത് 50 മുതൽ 75 അതായത് ഇവിടെ കൊടുത്തിട്ടുള്ളത് 50-ന് ശേഷമുള്ളതാണ് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുള്ളത് 50-ന് ശേഷമുള്ളതാണ്. സോ അപ്പോൾ നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത് ഈ ആദ്യത്തെ ഡയമെൻഷനാണ്, ലോ സൈസാണ്, അത് 50 സോ പ്ലസ്. പിന്നെ ഇവിടുന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് 50 കഴിഞ്ഞിട്ടാണ് 51, 58, 53, 54. ഈ വലിയ ലൈൻ 55. പിന്നെ വലിയ ലൈൻസ് നമ്മൾ പറഞ്ഞു 1 വീതമാണ്, 56, 57. താഴത്തെ ഒരു ലൈനുണ്ട്, അതെന്താണ് 0.5 ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തു. സോ അപ്പോൾ എത്രയായി അതെന്ന് പറയുന്നത് 7.5 അതായത് 50 കഴിഞ്ഞിട്ടുള്ളതാണ്. 50 കഴിഞ്ഞിട്ട് 1, 2, 5, 6, 7, 7.5. 7.5 എന്നാണ് നോട്ട് ചെയ്തേണ്ടത്. 7.5 7.5. ദെൻ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞില്ലായിരുന്നു ഏതോ ഒരു ലൈൻ എവിടെയോ കോയിൻസൈഡ് ചെയ്യുന്നു, നമ്മൾ ലിസ്റ്റ് കൊണ്ടൊക്കെ വെച്ച് മൾട്ടിപ്പിൾ ചെയ്ത്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 25-ന് തൊട്ട് താഴെയുള്ള ഈ ലൈൻ എന്ന് പറയുന്നതാണ് ഈ റഫറൻസ് ലൈനായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതെത്രയാണ്, 24 ഗുണം 0.01 ആണ്. അപ്പം 0.24 വരും. 0.24 എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് കൂട്ടുന്ന സമയത്ത് 50 വരും. ഇവിടെ വന്നിട്ട് 57 വരും. സോ 57.74 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതും ആൻസർ കിട്ടി. 57.74 അടുത്തതും ഒരു കാൽക്കുലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ വന്നിട്ട് എന്താണ്, ഒരു വെർനിയർ കാലിപ്പറിൻ്റെയാണ് വെച്ചിട്ടുള്ളത്. ഇത് 40, 50, 60, 70, 80. അപ്പോൾ ഇത് എത്രയാണ്, ഇത് 35. സോ അത് നോട്ട് ചെയ്യുന്നു. 35.00 പ്ലസ് ആണ്, എഴുതാൻ സ്ഥലമില്ല. ഓക്കെ, ദെൻ അടുത്തത് എത്രയാണ്, അടുത്തത് എന്താണ് കാണിച്ചിട്ടുള്ളത്, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 20ാമത്തെ വെർനിയർ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ 20 ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ടെന്ന് പറയുന്നത് 0.02 ആണ്. 20 ഗുണം 0.02 എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 20 ഗുണം 0.02 എന്ന് കിട്ടുന്ന സമയത്ത് 0.40 വരും. 0.40 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, 0.40. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് കാണാൻ വേണ്ടി 20ൻ്റെ ഇരട്ടി എടുത്ത് 40-ന് തൊട്ട് മുമ്പ് പോയിൻ്റ് ചെയ്താലും മതി. അപ്പം 35.40. ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഗേജ് എന്നുള്ളതാണ്. ഈ ഒരു ഗേജ് ഏതാണെന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. സ്നാപ്പ് ഗേജ് എന്നുള്ളതാണ്. സോ ഇവിടെ ഫിഗർ കാണിച്ചിട്ടുള്ളത് സ്നാപ്പ് ഗേജ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് കമ്പോസിഷൻ ഓഫ് ലെഡ് ആൻഡ് ടിൻ ഇൻ ഹീറ്റ് അലോയ്. 63% ടിന്നും 37% ലെഡുമാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ടെക്സ്റ്റിലുള്ളതാണ്. ഇറ്റിറ്റ്യൂഡ് അലോയ് എന്ന് പറയുന്നത് 60-37 എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് ബെൽറ്റ് ഫാസ്റ്റർ യൂസർ ഹെവി ഡ്യൂട്ടി മെഷീൻസിൽ യൂസ് ചെയ്യുന്ന ഏതാണ്, ലാഗ്രലി ടൈപ്പ് ബെൽറ്റ് ഫാസ്റ്റിനാണ്. ഇതും എവിടെയുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഹെവി ഡ്യൂട്ടി മെഷീൻസിന് ഉപയോഗിക്കുന്നത് ലാഗ്രലി ടൈപ്പ് ബെൽറ്റ് ഫാസ്റ്ററാണ്. അടുത്ത ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് വാഷർ ഈസ് യൂസ്ഡ് വെൻ ദ മൗണ്ടിങ് ഹോൾസ് ആർ ഓവർ സൈസ് എന്നുള്ളതാണ്. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ടൈപ്പ് വാഷറാണ്. ഇതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ടൈപ്പ് യൂസ്ഡ് വെൻ ദ മൗണ്ടിങ് ഹോൾസ് ആർ ഓവർ സൈസ് എന്നുള്ളതാണ്. ഓക്കെ, അതല്ലേ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതെ, അപ്പോൾ അതാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ഗിയർ ആർ വൈഡ്ലി യൂസ്ഡ് സ്പീഡ് റിഡക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വോം ഷാഫ്റ്റ് ആൻഡ് വോം ഗിയർ ആണ്. സോ അതും എന്ത് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ദ വോം എന്താണ് ഇത്, കുറച്ച് താഴേക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ദീസ് വൈഡ്ലി യൂസ്ഡ് സ്പീഡ് റിഡക്ഷൻ പർപ്പസ്, സ്പീഡ് കുറയ്ക്കാനുള്ള പർപ്പസ്. 45ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ബിയറിംഗ് ഹാസ് പ്രൊവിഷൻ ടു വിയർ അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള പ്രൊവിഷൻ ഉള്ളത് ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട, ഏതാണ്
അഡ്ജസ്റ്റബിൾ സ്ലൈഡ് ബിയറിംഗ് ആണ്. ഇതെവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ദിസ് ടൈപ്പ് ഓഫ് ബിയറിംഗ് ആസ് പ്രൊവിഷൻ ഓഫ് വിയർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. 46ാമത്തെ ചോദ്യം 46 എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് സെറ്റ് സ്ക്രൂ യൂസർ ഫോർ റിക്യൂറിങ് ഫ്രീക്വൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വേറെ ഒന്നുമല്ല ഫ്ലാറ്റ് പോയിൻ്റ് സെറ്റ് സ്ക്രൂസ് ആണ്. ഇതും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് പോയിൻ്റ് സെറ്റ് സ്ക്രൂസ് യൂസർ ഫ്രീക്വൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഇതൊക്കെ അരിച്ച് കലക്കി പോയിട്ട് ഇതൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. ഇനി അടുത്തത് 47 വെച്ച് കപ്ലിംഗ് യൂസർ ലൈൻ ഷാഫ്റ്റ് ഇൻ ടെക്സ്റ്റൈൽ മിൽസ് എന്നുള്ളതാണ്. ആൻസർ നിമീൻ്റെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നില്ല ഈ കപ്ലിങ്. നിമിയിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിലല്ല, നിമിയിലുള്ളത് വേറൊരു രൂപത്തിലാണ്. അപ്പോൾ അത് ഇങ്ങനെ, അതായത് നിമി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കപ്ലിങ്ങിൻ്റെ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. അപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ നിമീൻ്റെ പുറത്ത് പോയത് ഒന്ന് M88 ആണ്, പിന്നെ 2 ക്യാൻസലിന് വേണ്ടിയിട്ട് പറഞ്ഞു, പിന്നെ ഒന്ന് ഇപ്പോൾ ഇതായിരിക്കും അല്ലേ. നിമിയുടെ പുറത്ത് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്ലിങ് നിമിയിലുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു പോയിൻ്റ് വൈസ് നോക്കുന്ന സമയത്ത് മാത്രമാണ് പ്രശ്നം വരുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഏത് കപ്ലിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാമ്പ് കപ്ലിങ്ങിന് അത്തരത്തിലുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലാമ്പ് കപ്ലിങ്. 48 നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് റിവറ്റ് ആർ യൂസ് റെഡ്യൂസ് ദ ഹൈറ്റ് ഓഫ് ദി റിവറ്റ് ഹെഡ് എബോവ് ദ മെറ്റൽ സർഫസ്. ശരിക്കും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോണിക്കൽ ഹെഡ് അല്ലെങ്കിൽ കൗണ്ടർ സ്വിംഗ് ഹെഡ് ദിസ് യൂസ്ഡ് വെയർ പ്രൊജക്ഷൻ ഓഫ് ദ റിവറ്റ് ഹെഡ് ടു ബി അവോയ്ഡഡ്. 48ാമത്തെ ചോദ്യം വിച്ച് റിവറ്റ് ആർ യൂസ് റെഡ്യൂസ് ദ ഹൈറ്റ് ഓഫ് റിവറ്റ് ഹെഡ് എബോവ് ദ മെറ്റൽ സർഫസ്. ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ, അതായത് കൗണ്ടർ സ്വിംഗ് ഹെഡ് റിവറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് വെയർ പ്രൊജക്ഷൻ ഓഫ് ദ റിവറ്റ് ഹെഡ് ടു ബി അവോയ്ഡഡ്. അപ്പോൾ അങ്ങനെ ഒരു ഹെഡിനെ കുറിച്ച് പറയുന്നില്ല. സോ എനിവേ മഷ്റൂം ഹെഡ് റിവറ്റാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ആൻസറായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം തന്നെ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അടുത്ത 49ാമത്തേതെന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്ലച്ച് ഈസ് പോസിറ്റീവ് ഡ്രൈവ്. ഇതെന്ന് പറയുന്നത് ഡോ ക്ലച്ചാണ്. ഡോ ക്ലച്ച് എന്ന് പറയുന്നത് എന്ത് ചെയ്ത ടൈപ്പ് ഓഫ് ക്ലച്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോ ക്ലച്ച് പോസിറ്റീവ് ഡ്രൈവ് ആണ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ആദ്യത്തെ വരിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വിച്ച് ടൈപ്പ് ഓഫ് കീ യൂസ് ട്രാൻസ്മിറ്റിംഗ് യൂണി ഡയറക്ഷണൽ ടർക്യൂ. അതെന്ന് പറയുന്നത് ഏതാ കീ ആണ്? പാരൽ ഓർ ഫെദർ കീ ആണ്. കീ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പർപ്പസ് കൊടുത്തിട്ടുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് യൂണി ഡയറക്ഷണൽ ടോർക്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത 51 എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ലെഡുമായി ബന്ധപ്പെട്ട ഏതാണ്? ലെഡ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഓർ ഗലീന, ശരിയാണ്. ലെഡ് ഈസ് ഹെവി മെറ്റൽ എന്ന് പറഞ്ഞാൽ ശരിയാണ്. സോൾഡ് ഈസ് ആൻ അലോയ് ഓഫ് ലെഡ് ആൻഡ് ടിന്നും കൂടെ വരും. സോൾഡ് ഈസ് ആൻ അലോയ് ഓഫ് ലെഡ് ആൻഡ് ടിന്ന് എന്ന് വരുന്നുണ്ട്. എനിവേ ഇവിടെ ഓപ്ഷൻ 1ഉം ആൻഡ് 2ഉം ശരിയായിട്ട് വരാം. 1 ആൻഡ് 2 ശരിയായിട്ട് വരാം. ഇനി 1 ആൻഡ് 2 ആൻഡ് 3 ഓൾ ഓഫ് ദി എബോവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ കീയിൽ എന്താണ് വന്നിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. സോൾഡ് ഈസ് ആൻ അലോയ് ഓഫ് ലെഡ് ആൻഡ് ടിന്ന് എന്നാണ് നോർമലി നമ്മൾ പറയാറുള്ളത്. ലെഡ് ആൻഡ് അലോയ്സ് ഇതേ നോക്കുക, ഗലീന, ലെഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓർ ഗലീന ശരിയാണ്. അതുപോലെ തന്നെ ലെഡ് ഈസ് ഹെവി മെറ്റൽസ്, അതും ശരിയാണ്. ആൻഡ് അതുപോലെ തന്നെ ലെഡ് അലോയ്സിനകത്ത് പറയുന്നുണ്ട് ആൻ അലോയ് ഓഫ് ലെഡ് ആൻഡ് ടിൻ ഈസ് യൂസ്ഡ് സോഫ്റ്റ് സോൾഡർ. ലെഡും ടിന്നും ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സോൾഡർ എന്ന് പറയുന്ന ഭാഗത്തും എന്ത് ചെയ്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പോയിൻ്റ് കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഈ നോട്ട് ഇവിടെ കൊടുത്തത്. എനിവേ പോയിൻ്റ് എവിടെയാണെന്ന് ഇത് തപ്പണമല്ലോ. സോഫ്റ്റ് സോൾഡർ എന്ന് പറഞ്ഞാൽ നോക്കാം. സോഫ്റ്റ് സോൾഡർ ആർ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. അവിടെയും ടിൻ ആൻഡ് ലെഡ് എന്നാണ് പറയുന്നത്. എനിവേ 1ഉം 2ഉം ആയിരിക്കണം ശരിയായിട്ടുള്ളത്. ഓക്കെ, ലെഡ് മാത്രമായിട്ട് സോൾഡറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യത്തില്ല. ലെഡും ടിന്നും വേരിയസ് പ്രൊപ്പോർഷനിൽ ചേർക്കുന്നുണ്ട്. 1, 2 ആണ് ശരിയായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ എന്നാൽ അങ്ങനെ ആയി തന്നെ ക്യാൻസർ ഒന്നും ആവില്ല. ആൻസർ അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത് 1ഉം 2ഉം. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് അനീലിംഗ്. അനീലിംഗ് എന്നുള്ള സോഫ്റ്റ് ശരിയാണ്. അനീലിംഗ് റെഡ്യൂസ് ഡക്റ്റിലിറ്റി ശരിയാണോ? റെഡ്യൂസ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് അനീലിംഗ് എന്ന് പറയുന്നത് ടു എലിമിനേറ്റ് സ്ട്രെയിൻ ഹാർഡ്നെസ് ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി ശരിയാണ്. സീനസ് സോഫ്റ്റൻ ചെയ്യുന്നു, സ്ട്രെയിൻ ഹാർഡ്നെസ്സിനെ ഒഴിവാക്കുന്നു, സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറയ്ക്കുന്നു. എനിവേ അനീലിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി പോയിൻറ്റ്സ് ആഡ് ചെയ്യണമായിരുന്നു. വേറെ പോയിൻ്റായിട്ട് കിടപ്പുണ്ട് കേട്ടോ അത്.
അപ്പം റെഡ്യൂസ് ഡക്റ്റിലിറ്റി അല്ല. ഇനി മാനേജിങ് ഇംപ്രൂവ് മെഷീനബിലിറ്റി എന്ന് പറയുന്നത് ശരിയാണ്. സോ ഓൾ ഓഫ് ദി എബോവ് 1, 2, 3 എന്നുള്ളതും ഓപ്ഷനിലുണ്ട്. അപ്പോൾ ആൻസർ ഏതാണ്? അപ്പോൾ ഇവിടെ നോക്കുക, സോഫ്റ്റ് ആൻഡ് സ്റ്റീൽ ഇംപ്രൂവ് ദ മെഷീനബിലിറ്റി, ഇൻക്രീസ് ഡക്റ്റിലിറ്റി, റിലീവ്. അപ്പോൾ ഇൻക്രീസ് ഡക്റ്റിലിറ്റി ആണ് കേട്ടോ, ഇൻക്രീസ് ഡക്റ്റിലിറ്റി. അപ്പോൾ ഇവിടെ എന്താണ് റെഡ്യൂസ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ തെറ്റാണ്. 1, 3 ആണ് ശരിയെന്ന് മനസ്സിലായി. 1, 3 ആണ് ശരിയെന്ന് മനസ്സിലായി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 53. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ? ഫെറൈറ്റ് ഈസ് റിലേറ്റഡ് ടു സോഫ്റ്റ് ആൻഡ് ഡക്റ്റൈൽ. നോക്കാം. ഫെറൈറ്റ് എന്താണ് റിലേറ്റീവ്ലി സോഫ്റ്റ് ആൻഡ് ഡക്റ്റൈൽ, കമ്പാരിറ്റീവ്ലി വീക്ക്. ശരിയാണ്. ഓക്കെ. ദെൻ അടുത്തത് സിമെൻറ്റേറ്റ് ഈസ് എ കെമിക്കൽ ഫ്രം അയൺ ആൻഡ് കാർബൈഡ്. സിമെൻറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടേ, സിമെൻറ്റേറ്റ് അയൺ കാർബൈഡ് എന്ന് പറയുന്നു. സോ അതെന്ന് പറയുന്നത് കാർബണും അയണും കൂടെ ചേർന്നതാണ്. ശരിയാണ്. അപ്പോൾ രണ്ടാമത്തെയും ശരിയാണ്. ദെൻ മൂന്നാമത്തെ കാർബൺ കണ്ടെയ്ൻ ഫെറൈറ്റ് ഈസ് മോർ ദാൻ 1%. ഫെറൈറ്റിനകത്ത് പിഗൻ കണ്ടെയ്ൻ വിത്ത് 0% കാർബണെയാണ് ഫെറൈറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാർബൺ കണ്ടൻറ്റ് ഈസ് ഫെറൈറ്റ് ഈസ് മോർ ദാൻ 1% എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എത്രയാണ്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത് മനസ്സിലായി. 1ഉം 2ഉമാണ് ശരി. ഓക്കെ. ഓൺലി 1 and 2 is the right answer. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ദ മേജർ കോൺസ്റ്റിറ്റ്യൂണ്ട് ഓഫ് മോണൽ മെറ്റൽ ആർ. മോണൽ മെറ്റലിൻ്റെ മേജർ ഇതെന്ന് പറയുന്നത് ഏഷ്യൻ പബ്ലിക്കേഷൻസിൻ്റെ ടെക്സ്റ്റാണ്. എനിവേ അതേ ചോദ്യവും അവിടുത്തെ MCQ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസിനകത്തുള്ള ചോദ്യമാണ്. എന്തൊക്കെയാണ് മോണൽ മെറ്റൽ എന്ന് പറയുന്നത്, ഏതൊക്കെ ചേരുന്നതാണെന്നുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും മോണൽ മെറ്റലിൻ്റെ കൊടുത്തിട്ടുണ്ട്. മോണൽ മെറ്റൽ എന്ന് പറയുന്നത് എന്തറിയപ്പെടുന്നു കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ 68% നിക്കലും 20% കോപ്പറുമാണ്. 68% നിക്കലും 28% കോപ്പറുമാണ്. എനിവേ നിക്കൽ കോപ്പർ എന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരി. ഇവിടെയും അത് തന്നെ, നിക്കൽ കോപ്പർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ്. ഓക്കെ. അടുത്ത ചോദ്യവും മേജർ കോൺസെപ്റ്റ് ഓഫ് മൺസ് മെറ്റലിലെ ഏറ്റവും മേജറായിട്ടുള്ള ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. മൺസ് മെറ്റൽ ഇതാണ്. മൺസ് മെറ്റൽ എന്ന് പറയുന്നത്, മൺസ് മെറ്റൽ 60% എന്താണ്? കോപ്പറാണ്. 60% കോപ്പറാണ്. സോ അപ്പോൾ കോപ്പറാണ് അതിനകത്തുള്ള മേജറായിട്ട് വരുന്നത്. ഓക്കെ. രണ്ടും ഒരേപോലെ ചോദിച്ചിട്ടുണ്ടല്ലേ. ഇനി അടുത്തത് ഒരേ പേജിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനി മാച്ച് ദ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെത്തേഡ് ഇൻ ഗ്രൂപ്പ് 1 വിത്ത് കറസ്പോണ്ട് ഇൻഡൻറ്റർ ഗ്രൂപ്പ് 2. അപ്പോൾ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ആയിട്ട് മാച്ച് ദ ഫോളോവിങ് ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. വിക്കേഴ്സ് ഹാർഡ്നെസ്. അപ്പോൾ ഈ സ്ക്വയർ ബേസ് ഡയമണ്ട് പിരമിഡിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെത്തേഡ്. വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിംഗ് നോക്കിയേ, ലാസ്റ്റ് പോയിൻ്റ് ഉണ്ടോ, അവിടെ ഒരു ഡയമണ്ട് പിരമിഡ് ഇൻഡൻറ്റർ യൂസ് ചെയ്യുന്നുണ്ട് 136 ഡിഗ്രിയുടെ. സോ എനിവേ അതാണ് അപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിങ് 4 കണക്റ്റഡ് ആണ്. സോ P4 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. P4 വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ 1 ഡിലീറ്റ് ചെയ്തു, 2 ഡിലീറ്റ് ചെയ്തു, പിന്നെ P4 2 ഉണ്ട്. അപ്പോൾ ഇവിടെ ഇനി ബ്രിണൽ നോക്കണ്ട, റോക്ക്വെൽ ബി ഹാർഡ്നെസ്സും റോക്ക്വെൽ സി ഹാർഡ്നെസ്സും ഒന്ന് നോക്കിയാൽ റോക്ക്വെൽ ബി ഹാർഡ്നെസ് എന്താണ്? റോക്ക്വെൽ ബി ഹാർഡ്നെസ് ഇവിടെ നോക്കുന്ന സമയത്ത് റോക്ക്വെൽ ബി ഹാർഡ് ഇത് പഴയ ടെക്സ്റ്റാണ്. അതായത് എന്താണ് ITL ഫിറ്ററിൻ്റെ തന്നെ പഴയ ടെക്സ്റ്റ് ബുക്കാണ്. NSQ ലെവൽ 4 ആണ്. സോ ഇവിടെ 5.886 മില്ലിമീറ്ററാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഹാർഡ്നെസ്. റോക്ക്വെൽ ബി സ്കെയിലിൻ്റെ ഇൻഡൻറ്റർ ടൂൾ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 ആ ഒരു ഇതിനെ ആയിരിക്കാം ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, റൗണ്ട് ചെയ്തിട്ട് 1.6 എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. സോ ബ്രിണൽ ബി. അപ്പം ബ്രിണലല്ല റോക്ക്വെൽ ബി. അപ്പം 6 ഇതിനകത്ത് ഏതാണ് 6 2 നോക്കിയാൽ മതി. 6 2 ഡി ഓപ്ഷനാണ്. സോ എനിവേ ഡി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെൻ ഹീറ്റിംഗ് ദ സ്റ്റീൽ ചേഞ്ച് ഇറ്റ്സ് ടെമ്പറേച്ചർ കമൻസസ് ഫ്രം. എവിടെ നിന്നാണ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് അതിൽ മാറ്റം സംഭവിച്ചു തുടങ്ങുന്നത്? 723 ഡിഗ്രി സെൽഷ്യസ് ലോവർ പോയിൻ്റ്, അഥവാ അതിനെയാണ് ഓസ്റ്റനേറ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ.
ആ ഒരു ടെമ്പറേച്ചറിനെയാണ് ഓസ്റ്റിനേറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് നോർമലൈസിംഗ് ദ സ്പെസിമെൻ സബ്ജക്റ്റഡ് ഹീറ്റിംഗ്, അതായത് ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഫോളോഡ് ബൈ കൂളിംഗ്. അതല്ല, അതായത് അപ്പർ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് ഇടയിൽ, തെറ്റാണ്. ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, അതും തെറ്റാണ്. എബോവ് ദ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂൾഡ് ഫർണസിലല്ല, അത് അനീലിംഗ് ആണ്. സോ എബോവ് ദ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ സ്റ്റിൽ എയർ, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. പ്രോസസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിൽ ചൂടാക്കിയിട്ട് ഫോളോഡ് ബൈ കൂളിംഗ് ഇൻ സ്റ്റിൽ എയർ. ഓക്കെ, നെക്സ്റ്റ് 59 ഡബിൾ ബെൽ ആൻഡ് ഹാപ്പർ അറേഞ്ച്മെൻറ്റ് മെക്കാനിസം ഈസ് യൂസ്ഡ്. പലരും ഇതൊന്നും എഴുതി കാണത്തില്ല, പക്ഷേ ഇതൊക്കെയെന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസ്. ഓക്കെ, ബ്ലാസ്റ്റ് ഫർണസ്. ഈ ചോദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസ് ആണ്. ദ മീൻസ് ഓഫ് ഡബിൾ ബെൽ മെക്കാനിസം എന്നുള്ളതാണ്. ഓക്കെ, ബ്ലാസ്റ്റ് ഫർണസ്. നെക്സ്റ്റ് വൺ അലോയ് ദാറ്റ് കണ്ടെയ്ൻ എന്താണ് ലതനോയിഡ്. സോ ഇതെന്ന് പറയുന്നത് നിമി ടെക്സ്റ്റ് ബുക്കിലോ ഏഷ്യനിലോ ഒന്നുമില്ലാത്ത ഒരു ക്വസ്റ്റ്യനാണ്. എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് അറിയില്ല. എന്നാൽ മറ്റേ നീറ്റ് ആസ്പിരൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറല്ല, സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ ചില MCQ ഇതിനകത്ത് ഇത് കണ്ടിരുന്നു. ഇനി അങ്ങനെയുള്ള ടെക്സ്റ്റിലൊക്കെ ഉണ്ടായിരിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സയൻസ് പഠിച്ചവർക്കൊക്കെ ഒരുപക്ഷെ എളുപ്പം അറിയുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഡിപ്ലോമ BTech ലെവലിലുള്ള ടെക്സ്റ്റ് ബുക്കുകളിലും ഇതുണ്ടാകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. മിസ്ക് മെറ്റൽ കണ്ടൽ മിസ്ക് മെറ്റൽ. ഓക്കെ, ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത 61ാമത്തെ ചോദ്യം മുതൽ ഫോർജിങ്ങിൽ നിന്നുമാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഫോർജിങ് എന്നുള്ള ഒരു ടോപ്പിക്ക് മാത്രമാണ് ഇതിൽ കുറച്ചൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ഒന്ന് കട്ടിയായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമായിരിക്കും ഫോർജിങ് എന്ന് പറയുന്നത് 2003-ലും 2004-ലും ഒക്കെയുള്ള സിലബസിൽ പെടുന്നതായിരുന്നു. ഈ പറയുന്ന NSQF ലെവൽ 4 ആണ്. എനിക്ക് ഏകദേശം ഇപ്പം 2003 ആണെന്നുണ്ടെങ്കിൽ ജനിച്ചിട്ടേ ഉള്ളൂ. 4 ആകുമ്പോൾ 1 വയസ്സ്, 5 ആകുമ്പോൾ 2 വയസ്സ്, അങ്ങനെ ആ ഒരു ടൈമിലേ ഉള്ള ടെക്സ്റ്റാണ്. അപ്പോൾ അതിൽ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. കഴിഞ്ഞ എക്സാമിൽ ഫോർജിങ് എന്ന് പറയുന്നതിൽ നിന്ന് കംപ്ലീറ്റ് അത്രയും ടോപ്പിക്കിൽ നിന്നാണ് വന്നിട്ടുണ്ടായത്. ഇപ്പം കുറച്ച് പുറത്തുനിന്ന് മീൻസ് അതിന് വെളിയിലേക്ക് പോയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്നിരുന്നാലും മനസ്സിലാക്കേണ്ട കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഡിപ്ലോമ ക്വാളിഫിക്കേഷനൊക്കെ ഉൾപ്പെടുന്ന ഒരു എക്സാമാണ്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും 61ാമത്തെ ചോദ്യം നോക്കുന്ന സമയത്ത് ചോദ്യം എന്ന് പറയുന്നത്, അതായത് 61ാമത്തേൻ്റെ ചോദ്യം എന്ന് പറയുന്നില്ല, ദ നെയിം ഓഫ് സ്ക്വയർ ഹോൾ ഇൻ ആൻവിൽ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്ക്വയർ ഷാങ്ക് ഓഫ് വേരിയസ് ഫിറ്റിങ്. അപ്പോൾ ഇത് ആൻസർ എന്ന് പറയുന്നത് ഹാർഡി ഹോൾ എന്നുള്ളതാണ്. ഈ കാണിച്ചിട്ടുള്ളത് ഹാർഡി ഹോൾ എന്ന് പറയുന്നത് ഈ ആൻവിലിൻ്റെ ഈ സർഫസിന് മുകളത്തെ സർഫസിൽ ഈ കാണിച്ചിട്ടുള്ള ഹോളാണ് സ്ക്വയർ ഹോൾ. അതിനുള്ള ഹോളാണ് സ്ക്വയർ ഹോൾ. അതിനെ തന്നെയാണ്, ആ സ്ക്വയർ ഹോളിനെ തന്നെയാണ് ഹാർഡി ഹോൾ എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഹാർഡി ഹോൾ, ദിസ് ഈസ് യൂസ്ഡ് ഇൻസർട്ടിങ് ഹാർഡി ആൻഡ് സ്റ്റേക്സ്. ഹാർഡിയും സ്റ്റേക്സും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന സ്ക്വയർ ഷാങ്ക് ഓഫ് വേരിയസ് വ്യത്യസ്ത ഫിറ്റിങ്ങുള്ള സ്ക്വയർ ഷാങ്ക് ഒക്കെ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹാർഡി ഈസ് ഫിക്സ്ഡ് in the anvil square holes. It is used along with a slot set of cutting heavy hot metals. അപ്പോൾ അതാണ് എന്ന് പറഞ്ഞാൽ ഹാർഡി ഹോൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത 62ാമത്തെ ചോദ്യം, വിച്ച് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ കേസ് ഓഫ് ചിസൽ യൂസ്ഡ് ഇൻ ഫോർജിങ്. അപ്പോൾ ഇവിടെ ചിസൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, യൂസ്ഡ് ഫോർജിങ്. ഞാനിവിടെ കൊടുത്തിട്ടുള്ള നോട്ടിൽ എന്താ പറയുക, ഹോട്ട് സെറ്റ് അതുപോലെ തന്നെ കോൾഡ് സെറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഈവൻ ഞാൻ അതായിരിക്കാം എന്നുള്ള ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ്, ആ ഒരു കണക്കൂട്ടൽ വെച്ചിട്ടാണ് ആ നോട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അത് പ്രകാരം ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ദ എഡ്ജസ് ഓഫ് കോൾഡ് ചിസൽ ഹാർഡൻ ആൻഡ് ടെമ്പേർഡ് വിത്ത് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. ദ എഡ്ജസ് ഓഫ് കോൾഡ് ചിസൽ ഈസ് ഹാർഡൻ ആൻഡ് ടെമ്പേർഡ് വിത്ത് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി. ദ എഡ്ജസ് ഓഫ് ഹോട്ട് ചിസൽ 30 ഡിഗ്രി. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഹോട്ട് സെറ്റും ഉണ്ട്, കോൾഡ് സെറ്റും ഉണ്ട്. ഹോട്ട് സെറ്റിൻ്റെ ആംഗിൾ ഇവിടെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്, എക്സ്പ്ലനേഷനായിട്ടല്ല ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് 30 ഡിഗ്രി. ഹാർഡ് സെറ്റിൻ്റെത് 30 ഡിഗ്രി.
കോൾഡ് സെറ്റിൻ്റെ 60 ഡിഗ്രി, ഹാർഡ് സെറ്റിൻ്റെ 30 ഡിഗ്രി, കോൾഡ് സെറ്റിൻ്റെ 60 ഡിഗ്രി. ഇവിടെ നമുക്ക് നോക്കാം. ഹോട്ട് ചിസൽ 30 ഡിഗ്രി ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ഹാർഡൻഡ് ഈസ് നോട്ട് നെസസറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ദി എഡ്ജസ് ഓഫ് ഹോട്ട് ചിസൽ ഹാർഡൻ ആൻഡ് ടെമ്പേർഡ് 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോട്ട് ചിസൽ വരുമ്പോൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്, അതല്ല. ദെൻ ദി എഡ്ജസ് ഓഫ് കോൾഡ് ചിസൽ ഹാർഡൻ ആൻഡ് ടെമ്പേർഡ് 60 ഡിഗ്രി, അത് ശരിയാണ്. ദി എഡ്ജസ് ഓഫ് കോൾഡ് ചിസൽ അത് 60 ഡിഗ്രി ശരിയാണ്. ദി എഡ്ജസ് ഓഫ് കോൾഡ് ചിസൽ ഹാർഡൻ ആൻഡ് ടെമ്പേർഡ് 30 ഡിഗ്രി തെറ്റാണ്. ഈവൻ ഒന്നെങ്കിൽ എന്താണ് പറയുക, അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. ദി എഡ്ജസ് ഓഫ് കോൾഡ് ചിസൽ ഹാർഡൻ ആൻഡ് ടെമ്പേർഡ് വിത്ത് ആംഗിൾ ഓഫ് 60 ഡിഗ്രി, കോൾഡ് ചിസലിൻ്റെ 60 ഡിഗ്രി, ഹാർഡൻ ആൻഡ് ടെമ്പേർഡ്, അത് ശരിയാണ്. ഇനി മൂന്നാമത്തത് ദി എഡ്ജസ് ഓഫ് ഹോട്ട് ചിസൽ 30 ഡിഗ്രി എന്നുള്ളത് ശരിയാണ്. ഹാർഡനിങ് ഇസ് നോട്ട് നെസസറി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒൺലി 1 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് 1 and 3 റൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. 1 and 3 1 ഉം 3 ഉം ശരിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. 1 ഉം 3 ഉം ശരിയാണെന്ന് പറയുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ആൻസർക്ക് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ദ എഡ്ജസ് ഓഫ് കോൾഡ് ചിസൽ ഹാർഡൻ ആൻഡ് ടെമ്പേർഡ് വിത്ത് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. ഓക്കെ, കോൾഡ് ചിസൽ ഹാർഡൻ ആൻഡ് ടെമ്പേർഡ് ആംഗിൾ 60 ഡിഗ്രി ആണെന്നുള്ളതും, ഹോട്ട് ചിസൽ 30 ഡിഗ്രി, ഹാർഡനിങ് ഇസ് നോട്ട് നെസസറി എന്നിങ്ങനെയുള്ള 2 പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫോർജിങ് ഓപ്പറേഷൻ ഹോൾസ് ആർ ഓപ്പൺ ഔട്ട് ഡ്രൈവിംഗ് ത്രൂ ലാർജർ ടാപ്പേഡ് പഞ്ച് ഇസ് കാൾഡ് ഡ്രിഫ്റ്റ്. ഡ്രിഫ്റ്റിൻ്റെ നോട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വിച്ച് 64 വിച്ച് ആർ ദ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് കട്ടിങ് ഇൻ ഫോർജിങ്. അപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനായിട്ട് ഓപ്ഷൻ 2 ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് കട്ട് ഓഫ് ലോങ് പീസ് ഓഫ് സ്റ്റോക്ക് ഇൻ സ്പെസിഫൈഡ് ലെങ്ത്. ദെൻ ഓപ്ഷൻ 3യും സെലക്ട് ചെയ്യുന്നു. അങ്ങനെ വരുവാണെങ്കിൽ 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ഓപ്ഷൻ ബി. ആൻസർക്ക് ഞാൻ നോക്കിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഈവൻ ഞാൻ അതിൻ്റെ ആൻസർ ഞാൻ എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സെലക്ട് ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങൾ എന്താണ് ആൻസർ കൊടുത്തത് എന്നുള്ളത്. റഫറൻസ് ആയിട്ട് എനിക്കൊന്നും തന്നെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. Then in forging operation, the name of process of increasing the thickness of bar at the expense of its length is known as upsetting എന്നുള്ളതാണ്. അപ്സെറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്സെറ്റിംഗ് ഈസ് ഫോർജിങ് ഓപ്പറേഷൻ whereby the length of a piece metal is reduced and its cross section area is increased. സോ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻക്രീസിങ് ദ തിക്നെസ് മീൻസ് ക്രോസ് സെക്ഷൻ ഏരിയ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 66 വിച്ച് ആർ ദ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് കേസ് ഓഫ് ഫോർജിങ് ഫുള്ളേഴ്സ്. ഫോർജിങ് ഫുള്ളേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫുള്ളേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഫോർ നെക്കിംഗ് ഡൗൺ ഓർ പീസ് ഓഫ് വർക്ക്. ഫുള്ളേഴ്സിൻ്റെ നോട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഫുള്ളേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫുള്ളേഴ്സ് ടോപ്പ് ആൻഡ് ബോട്ടം ആർ യൂസ്ഡ് ഫോർ നെക്കിംഗ്, ഷോൾഡറിങ്, മേക്കിംഗ് ഗ്രൂസ് ആൻഡ് അങ്ങനെ നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നെക്കിംഗ് ഡൗൺ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ശരിയായിട്ടുള്ളതായിട്ട് സെലക്ട് ചെയ്യാം. ഇതിനടുത്ത് ഫുള്ളേഴ്സ് ആർ യൂസ്ഡ് ടു ഗിവ് സ്മൂത്ത്നെസ് ആൻഡ് ആക്യുറസി ടു ആർട്ടിക്കിൾസ് വിച്ച് ആർ ഓൾറെഡി ഷേപ്പ്ഡ്. ആ ഒരു ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ തൽക്കാലം. ഇതിനടുത്തത് ഇറ്റ് ഈസ് യൂസ്ഡ് വർക്ക് വിച്ച് ഹാസ് ടു ബി റെഡ്യൂസ്ഡ് ആൻഡ് ഫിനിഷ്ഡ് ടു റൗണ്ട് സ്ക്വയർ ഹെക്സഗണൽ ഫോം അവിടെ നിൽക്കട്ടെ. ദി ആർ മെയ്ഡ് ഓഫ് ടോപ്പ് ആൻഡ് ബോട്ടം റൂള് ശരിയാണ്. അപ്പം 1ഉം 4ഉം ശരി തന്നെയാണ്. 1ഉം 4ഉം ശരിയാണ്. സോ ഇത് ശരിയാണ്, 1ഉം 4ഉം ശരിയാണ്. പിന്നെ 1 and 2 വരുന്നുണ്ട്, 2 and 3 വരുന്നുണ്ട്, 3 and 4 വരുന്നുണ്ട്. പക്ഷേ 1ഉം 4ഉം എന്തായാലും ശരിയാണ്. ബാക്കി 2ൻ്റെ കാര്യം കൺഫ്യൂഷൻ ഉണ്ടല്ലേ. അപ്പോൾ 1ഉം 4ഉം നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഇവിടെ ഡെഫിനിഷനകത്തുള്ളതാണ്. അപ്പോൾ അത് പ്രശ്നമല്ല, പഠിച്ചവർക്ക് കിട്ടേണ്ടതാണ്. അടുത്തത് ഇൻ ഫോർജിങ് ദ മെറ്റീരിയൽ ദാറ്റ് ഷുഡ് പോസസ് പ്രോപ്പർട്ടി വിച്ച് ഈസ് ദ എബിലിറ്റി ടു സസ്റ്റെയിൻ സബ്സ്റ്റൻഷ്യൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വിത്തൗട്ട് ഫ്രാക്ചർ ഈവൻ ഇൻ ദ പ്രസൻസ് ഓഫ് ടെൻസിൽ സ്ട്രെസ്സസ്. ആൻസർ എന്ന് പറയുന്നത് ഡക്റ്റിലിറ്റിയാണ്. ഡക്റ്റിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഡെഫിനിഷൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനടുത്തത് വിച്ച് ഓഫ് ദ അലോയ് മെറ്റൽ ഹാവ് ഗുഡ് റിലേറ്റീവ് ഫോർജിബിലിറ്റി. എനിവേ കോപ്പർ അലോയ് ആണ് ആൻസറായിട്ട് വന്നിട്ടുള്ളത്. കോപ്പർ അലോയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനടുത്തത് 68ാമത്തെ ചോദ്യം എന്ന് 69ാമത്തെ ചോദ്യം
ഫോർജ് വെൽഡ് മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ദ പീസ് ഓഫ് മെറ്റൽ വെൽഡിങ് ഈസ് നോൺ. സോ അതിൻ്റെ പേര് സ്ക്രാപ്പിംഗ് മെത്തേഡ് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഫോർജിങ് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡൊക്കെ ചെയ്യാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടാവാം. ഓക്കെ, അത് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കാരണം ഞാൻ എവിടെ നിന്നുണ്ടൊക്കെയാണ് ഡെഫിനിഷൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, മാക്സിമം ടെക്സ്റ്റ് എന്നുള്ള കാര്യം ടെസ്റ്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. അടുത്തത് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് കറക്റ്റ് സൈസ് സിലിണ്ടറിക്കൽ ഹോൾ ബൈ യൂസിങ് ഹോട്ട് പഞ്ച് ഓവർ സിലിണ്ടറിക്കൽ ഡൈ ഇൻ ഫോർജിങ് ഓപ്പറേഷൻസ്. സോ എനിവേ അത് ഞാൻ പഞ്ചിങ് എന്നുള്ളതാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത 71 ഇനി ഷീറ്റ് മെറ്റൽ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഷീറ്റ് മെറ്റലൊക്കെ വന്നപ്പോഴത്തേക്കിനും പിന്നെയും ക്വസ്റ്റ്യൻ എളുപ്പമായിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് 70 ചോദ്യങ്ങൾ വരെ ഡിസ്കസ് ചെയ്തപ്പോൾ ഫോർജിങ് മാത്രമാണ് കുറച്ച്, ഫോർജിങ്ങിന് ഒരു 5 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കിട്ടാതിരിക്കാം. വേറെ ഒരു ക്വസ്റ്റ്യനും അത്ര വലിയ പ്രയാസം ഫീൽ ചെയ്യേണ്ടതല്ല. നിമി നന്നായി പഠിച്ചവർക്ക്. ഓക്കെ, വാട്ട് ഈസ് എ കട്ടിങ് ആംഗിൾ ഓഫ് സ്ട്രൈറ്റ് സ്നിപ്സ്? ഒരു സംശയം വേണ്ട, 87 ഡിഗ്രിയാണ്. ഓക്കെ, കട്ടിങ് ആംഗിൾ 87 ഡിഗ്രി എന്ന് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്ന പോയിൻ്റാണ്. അടുത്തത് വിച്ച് മാലറ്റ് ഈസ് യൂസ്ഡ് ഹോളോയിങ് ഓപ്പറേഷൻ? ഒരു സംശയം വേണ്ട, ബൂസിങ് മാലറ്റാണ്. ഓക്കെ, മാലറ്റിനകത്ത് വന്നിട്ട് കുറേയധികം മാലറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബൂസിങ് മാലറ്റിൻ്റെ എക്സ്പ്ലനേഷനകത്ത് ഹോളോയിങ് പാനൽ ബീറ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ആ സംശയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ? നേരത്തെ നമ്മൾ നേരത്തെ ഒരിടത്ത് വെർനിയർ മൈക്രോമീറ്റർ പറഞ്ഞിരുന്നല്ലേ, അപ്പോൾ അതിൻ്റെ 0.001 ആയിരുന്നു. ഇവിടെ 0.01 മില്ലിമീറ്റർ ആണ്. ഓക്കെ, ഇവിടെ അതിൻ്റെ ആക്യുറസി പറയുന്നുണ്ട്. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ ദ പോയിൻ്റ് ആംഗിൾ ഓഫ് സ്ക്രൈബർ ഈസ്? സ്ക്രൈബറിൻ്റെ പോയിൻ്റ് ആംഗിൾ 10 മുതൽ 20 ഡിഗ്രി വരെയാണ്. ഇവൻ അതിനകത്ത് പല ഓപ്ഷൻ കാണാം. ചിലപ്പം വന്നിട്ട് എന്താണ് പറയുക, ചിലപ്പം ഓപ്ഷനകത്ത് എന്തായിരിക്കും ഉണ്ടാകുന്നത്, ഓപ്ഷൻ അനുസരിച്ചാണ് അത് തിരഞ്ഞെടുക്കേണ്ടത്. ചിലപ്പോൾ വന്നിട്ട് 12 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെ ആയിരിക്കും. ഓക്കെ, എന്നാൽ ചില സമയങ്ങളിൽ 10 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെയാണ്. ചില സമയങ്ങളിൽ വന്നിട്ട് 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെയാണ്. അതൊക്കെ ഓപ്ഷൻ അനുസരിച്ച് തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അത് എന്താ പറയുക, ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ 10 മുതൽ 20 ഡിഗ്രി വരെയാണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ, 10 മുതൽ 20 ഡിഗ്രി വരെ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് സോൾഡറിങ് അയൺ ഈസ് യൂസ്ഡ് സോൾഡറിങ് ഹെവി ഗേജ് മെറ്റൽ? എന്ന് പറഞ്ഞാൽ ഹാൻഡി സോൾഡറിങ് അയണാണ്. അതൊക്കെ അതിനകത്തുള്ള ഡെഫിനേഷൻസ് തന്നെയാണ്. സോൾഡറിങ് അയൺ കുറേ ഉണ്ട്, അപ്പോൾ സോൾഡറിങ് അയൺ കുറേ പറയുന്നുണ്ട് അതിനകത്ത്. ഹാൻഡി സോൾഡറിങ് അല്ല, ഹാച്ചിറ്റ് സോൾഡറിങ്. ഓക്കെ, ഹാൻഡി സോൾഡറിങ് വന്നിട്ട് യൂസ്ഡ് ഫോർ സോൾഡറിങ് ഹെവി ഗേജ് മെറ്റൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ബാക്കിയും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഹാൻഡി സോൾഡറിങ്. ഓക്കെ, അടുത്ത 76-ാമത്തെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, മൊത്തം നമ്മൾ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. ആ ഫോർജിങ്ങേ ഉള്ളൂ മാറിയത്. ദ ആംഗിൾ ഓഫ് ബിവൽഡ് ഇടിച്ച് ഹാച്ചറ്റ് സ്റ്റേക്കേഴ്സ്, ഇത് ഞാൻ സമ്മതിക്കും, ഇത് പുറത്തുനിന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങളെനിക്ക് കമൻ്റായിട്ട് പറഞ്ഞു തരിക. ഇതിൻ്റെ ഹാച്ചറ്റ് സംഭവം സ്റ്റേക്കിൻ്റെ പടമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ ആൻസർ നമ്മുടെ കയ്യിൽ ഇല്ല. അതിനകത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ശരിക്കും ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ റെഫർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഏത് ടെക്സ്റ്റിലാണോ ഉള്ളതെന്ന് അറിയില്ല. അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. 77-ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഷീറ്റ് ഈസ് യൂസ്ഡ് മേക്കിംഗ് ഹൈലി കൊറോസീവ് ആസിഡ് ടാങ്ക്? ഒരു സംശയമില്ല, ലെഡ് ഷീറ്റാണ്. ലെഡ് ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ലെഡ് ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഹൈലി കൊറോസീവ് ആസിഡ് ടാങ്ക്സിൽ യൂസ് ചെയ്യുന്നു. അതേപോലെ ഉള്ള പോയിൻ്റാണ്. ഇതിനടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് റിമൂവിങ് മെറ്റൽ ഡിസൈഡ് ഷേപ്പ് ഓഫ് ദ എഡ്ജ് ഓഫ് ദ ഷീറ്റ്. ഉത്തരവെന്ന് പറയുന്നത് നോച്ചിങ് ആണ്. ഇത് നോച്ചിങ് ഓപ്പറേഷൻ, ഇത് ഏത് ടെക്സ്റ്റാണെന്നറിയാവോ? ഇതെന്ന് പറയുന്നത് പറയാം, ദ റിമൂവൽ ഓഫ് മെറ്റൽ ടു ദ ഡിസൈഡ് ഷേപ്പ് ഫ്രം ദ എഡ്ജ് ഓഫ് പ്ലേറ്റ് കാൾഡ് നോച്ചിങ്. അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ എസ് ചാന്ദ് എന്ന് പറയും, RS കുർമി, JK ഗുപ്ത എന്ന് കേട്ടിട്ടില്ലേ. ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൺവെൻഷനൽ ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടും. ഡിപ്ലോമ BTech ലെവൽ ടെക്സ്റ്റ് ബുക്കാണ്. ട്രേഡ്സ്മാൻ എക്സാമിന് ശേഷം ഞാൻ മേടിച്ചൊരു ടെക്സ്റ്റ് ബുക്കാണത്. അപ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടു ട്രേഡ്സ്മാനേക്കാളും പാടായിരുന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ്സ്മാനിലാണ് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ പുറത്ത് പോയത്. ഇതിലല്ല, ഉള്ളിൽ നിൽപ്പുണ്ട്, അതായത് നിമിക്കുള്ളിൽ നിൽപ്പുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ദ ഓപ്പറേഷൻ ഓഫ് പ്രൊഡ്യൂസിങ് തിൻ വാൽഡ് ഹോളോ ഷേപ്ഡ് ആർട്ടിക്കിൾസ് ഫ്രം ഷീറ്റ് മെറ്റൽ ഈസ് നൗൺ ആസ്. ഓക്കെ, ദ ഓപ്പറേഷൻ ഓഫ് പ്രൊഡ്യൂസിങ് തിൻ വാൽഡ് ഹോളോ ഷേപ്ഡ് ആർട്ടിക്കിൾസ് ഫ്രം ഷീറ്റ് മെറ്റൽ ഈസ് നൗൺ ആസ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡ്രോയിങ് ആണ് ആൻസറായിട്ട് വരുന്നുണ്ടാവുക. അടുത്തത് ദ അലവൻസ് ഈസ്, കുറച്ചൊക്കെ പാട് തന്നെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നിരുന്നാലും ഒരു 80ഉം 85ഒക്കെ സ്കോർ എന്നാൽ ഒരിക്കലും വിചാരിക്കരുത് എല്ലാവരും 80 താഴെ സ്കോർ ചെയ്തു എന്നൊന്നും. 85ഉം 88ഉം ഒക്കെ സ്കോർ ചെയ്തവരുണ്ടാവും. പിന്നെ കഴിഞ്ഞ തവണ 80 സ്കോർ ചെയ്തവരൊക്കെ ചിലപ്പോൾ 75 76 ഒന്ന്, അത് വേറെ ഒന്നും കൊണ്ടുമല്ല, അവരും സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും 80, 80, 82, 83 ഒക്കെ. പക്ഷേ സ്വാഭാവികം നെഗറ്റീവ് അടിച്ച് താഴെ വന്നിട്ടുണ്ടാവും. അത് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അല്ലാതെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തീരെയും എല്ലാവരും താഴെയാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല. സ്കോർ ചെയ്തവരുണ്ടാവും. അലവൻസ് ഓഫ് പെയിൻ ഡൗൺ ജോയിൻറ്റിൻ്റെ അലവൻസ് എന്ന് പറയുന്നത് എന്താണ്? P = അതായത് P റെപ്രസെൻറ്റ് പെയിൻ ഡൗൺ ജോയിൻറ്റ്. അപ്പോൾ ഇവിടെ വന്നിട്ട് P എന്ന് പറയുന്നത് 2 width + 2 thickness ആണ്. ഞാൻ ഈ തരുന്ന മൊത്തം ഓരോരുത്തർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, എന്താ പറയുക, ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആ നോട്ട് തന്നത് മൊത്തം എല്ലാവർക്കും എഴുതാൻ പറ്റുന്നത് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. വാട്ട് ഈസ് ദ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് സിങ്ക്? 419 അഥവാ 420 എന്ന് പറയാം. മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് സിങ്ക് ഈസ് 420°C. അടുത്തത് വന്നിട്ട് ദ ഫ്ലെയിം ഓഫ് ഓക്സി അസെറ്റിലും വെൽഡിംഗ് കോപ്പർ മസ്റ്റ് ബി എന്താണ്? ദ ഫ്ലെയിം യൂസ്ഡ് ഓക്സി അസെറ്റിലും വെൽഡിംഗ് കോപ്പർ മസ്റ്റ് ബി. ഇപ്പോൾ കോപ്പർ എന്ന് പറയുമ്പോഴത്തേക്കിനും ന്യൂട്രൽ ഫ്ലെയിമിലാണ് വരുന്നത്. ഓക്കെ, ന്യൂട്രൽ ഫ്ലെയിമിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? നെവർ യൂസ് ഓയിൽ ഓർ ഗ്രീസ് പാർട്ട് യുവർ അസംബ്ലിംഗ് ഗ്യാസ് വെൽഡിംഗ് പ്ലാന്റ്, ശരിയാണ്. യൂസ് ദ മാച്ച് ബോക്സ് ഇഗ്നിറ്റ് ഓക്സി അസെറ്റിൻ ഫ്ലെയിം, ശരിയല്ല. നമ്മൾ മാച്ച് അല്ല അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അവിടെ നമ്മൾ മാച്ച് സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇഗ്നിഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ കയ്യിൽ പൊള്ളലേക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതല്ല അവിടെ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഞാൻ നോട്ട് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതേ ഉള്ളൂ. വെൽഡിങ്ങിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട്, സേഫ്റ്റിയുടെ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഉള്ള ചോദ്യം തന്നെയാണിത്. ഓൾവേസ് ഓപ്പൺ ദ ഓക്സി അസെറ്റിന് വെൽഡിംഗ് വാൽ നോട്ട് മോർ ദാൻ 1.5 day ആണ്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? അതായത് നെവർ യൂസ് ഓയിൽ ഓർ ഗ്രീസ് എനി പാർട്ട് ഓഫ് അസംബിൾ ഗ്യാസ് വെൽഡിംഗ് പ്ലാന്റ്, ശരിയാണ്. യൂസ് ദ മാച്ച് ബോക്സ്, അത് തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉം ശരിയാവാൻ ചാൻസ് ഉണ്ട്. സോ 1ഉം 3ഉം. ഓക്കെ, അടുത്ത 84ാമത്തെ ചോദ്യം. 84ാമത്തെ ചോദ്യത്തിലെന്ന് പറഞ്ഞാൽ വിച്ച് അമംഗ് ദ ഫോളോവിങ് വെൽഡ് ഡിഫക്റ്റ് ആർ ഇന്റേണൽ ഡിഫക്റ്റ്? ഇതിനകത്ത് ഏതാണ് ഇന്റേണൽ ഡിഫക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വിസിബിൾ ഇൻവിസിബിൾ ഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഫിഗർ മാത്രമേ ഉള്ളൂ, അതിനകത്ത് നിന്ന് നോട്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഞാൻ ഇതെന്ന് പറയുന്നത്. ട്രേഡ്സ്മാൻ്റെ തന്നെ ചെയ്തതാണ്. അപ്പോൾ അതിൽ വന്നിട്ട് ഏതാണ് ഇൻറ്റേർണൽ ഡിഫക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, എമംഗ് ദ വെൽഡിംഗ് ഇൻറ്റേർണൽ ഡിഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇൻവിസിബിൾ എന്നുള്ളത് നോക്കിയാൽ മതി. ഇൻവിസിബിൾ ഡിഫക്റ്റ് നോക്കിയാൽ മതി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അണ്ടർകട്ടാണ്. അണ്ടർകട്ട് ഇവിടെ ഉണ്ടോ? അണ്ടർകട്ട് ഇവിടെ ഇല്ല. വിസിബിളിലുണ്ട്, എന്നാൽ ഇവിടെ ഇല്ല. ഇൻവിസിബിളില്ല. സോ അപ്പോൾ അണ്ടർകട്ട് ആൻസറായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ 1 വരുന്ന ഓപ്ഷൻ മാത്രം എടുക്കാം. ഇതിൽ 2ഉം 3ഉം ആണ്, ഇവിടെ 2ഉം 4ഉം ആണ്. അപ്പോൾ 1 and 2, 1 and 4 ഇത്ര നോക്കിയാൽ മതി. രണ്ടാമത്തത് ബ്ലോ ഹോളാണ്. ബ്ലോ ഹോള് താഴെ ഉണ്ടോ എന്ന് നോക്കുക. ബ്ലോ ഹോള് താഴെയുണ്ട്. ബ്ലോ ഹോള് ഇൻവിസിബിൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്ലോ ഹോള് വരുന്നുണ്ട്. 1 and 2 അപ്പം ശരിയായി വരാം. 1 and 2 ഒരു സാധ്യതയാണ്. അപ്പം 1 and 2 പിന്നെ വരുന്ന 1 and 4 അവിടെ 2 വരുന്നില്ല. അപ്പോൾ അതും വരാനുള്ള ചാൻസസ് ഇല്ല അല്ലേ? 1 and 2 ഈവൻ ആൻസർ കീ ഞാൻ നോക്കിയിട്ടില്ല, എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അടുത്തത് വന്നിട്ട് വാട്ട് ആർ ദ യൂസ് ഓഫ് ഓക്സി ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഫ്ലെയിം? ഓക്സി ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്സി LPG ഗ്യാസ് കേട്ടിട്ടുണ്ടോ?
കേൾക്കേണ്ടതാണ് കേട്ടോ. യൂസ്ഡ് ഫോർ ഗ്യാസ് കട്ടിങ് ശരിയാണ്. യൂസ്ഡ് ഫോർ അണ്ടർ വാട്ടർ ഗ്യാസ് ഹൈഡ്രജൻ ആണ്. അത് യൂസ്ഡ് ഫോർ ഹീറ്റിംഗ് പർപ്പസസ് ശരിയാണ്. യൂസ്ഡ് ഫോർ ബ്രേസിങ് വരുന്നുണ്ട്. അപ്പോൾ 1ഉം 3ഉം ശരിയായിട്ട് വരുന്നുണ്ട്. 1ഉം 3ഉം ശരിയായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിന് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഓക്സി അസെറ്റിലിൻ, ഓക്സി ഹൈസെറ്റിലിൻ, ഓക്സി ക്ലാരിറ്റി ഇല്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഓക്സി കോള്, ഓക്സി ഇതാണ് ഓക്സി ഹൈഡ്രജൻ. ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഗ്യാസ് കട്ടിങ് സ്റ്റീലിൽ നിന്നും ഹീറ്റിങ്ങിൽ നിന്നും 2 ഓപ്ഷനും പറയുന്നുണ്ട്. അത് തന്നെയാണ് അവിടെ ചോദ്യം വന്നിട്ടുള്ളത് അല്ലേ. ഗ്യാസ് കട്ടിങ് സ്റ്റീൽ ഹീറ്റിംഗ് പർപ്പസസ്. ഓക്കെ, അത് തന്നെയാണ് അവിടെ ചോദ്യം വന്നിട്ടുള്ളത്. 87ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് വെൽഡിംഗ് ടെസ്റ്റ് ആർ ഡിസ്ട്രാക്റ്റീവ് ടെസ്റ്റ്. ഡിസ്ട്രാക്റ്റീവ് ടെസ്റ്റിനകത്ത് ഏതൊക്കെ വരുന്നുണ്ട്? ഡിസ്ട്രാക്റ്റീവ് ടെസ്റ്റിനകത്ത് എന്തായാലും ഡിസ്ട്രാക്റ്റീവ് ടെസ്റ്റ് ഏതാണെന്നുള്ളതാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് വെൽഡിംഗ് ടെസ്റ്റ് ആർ ഡിസ്ട്രാക്റ്റീവ്. ഡിസ്ട്രാക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ എന്ത് സംഭവിക്കണം? വർക്ക് പീസസിന് അവിടെ ഒരു കേട് സംഭവിക്കണം, അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റ് ആവണം എന്നുള്ളതാണ്. ഓക്കെ, ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ ടെൻസിയൽ ടെസ്റ്റ് എന്തായാലും ഡിസ്ട്രാക്റ്റീവ് ടെസ്റ്റാണ്. അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ടെസ്റ്റും ഡിസ്ട്രാക്റ്റീവ് ടെസ്റ്റാണ്, ഒരു സംശയം വേണ്ട. സ്റ്റെതസ്കോപ്പി ടെസ്റ്റും ലിക്വിഡ് പെനട്രേറ്റ് ടെസ്റ്റും നമുക്ക് നോക്കാം ഡിസ്ട്രാക്റ്റീവ് ആണെന്നുള്ളത്. അതെന്ന് പറയുന്നത് എന്താണ്? നോൺ ഡിസ്ട്രാക്റ്റീവ് ടെസ്റ്റിനകത്താണ് എന്ത് വരുന്നത്? ലിക്വിഡ് പെനട്രൻ്റ് ടെസ്റ്റ് ആയിരുന്നാലും അതുപോലെ തന്നെ സ്റ്റെതസ്കോപ്പ് ടെസ്റ്റ് ആയിരുന്നാലും അതിനകത്താണ് വരുന്നത്. ഓക്കെ, പിന്നെ ഡിസ്ട്രാക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നോക്ക്, അതായത് ദ ടെസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് വെൽഡഡ് സ്പെസിമെൻ ബൈ കട്ടിങ് ദ ജൂബ് ആൻഡ് ഡിസ്ട്രോയിങ് സ്കാൾഡ്. അതായത് ഡിസ്ട്രോയ് ആവണം അവിടെ, എന്താണ് ഒന്നുകിൽ പൊട്ടണം. അതായത് പിന്നീട് അത് ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിനെ പൊട്ടിച്ച് നോക്കിയിട്ട് അതിൻ്റെ മെറ്റീരിയലിൻ്റെ ടെസ്റ്റിങ് നടത്തണം. അതെങ്ങനെയുണ്ട്, അതിനകത്ത് വെൽഡിങ് ഡിഫക്റ്റ് ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ. അതേസമയം നോൺ ഡിസ്ട്രാക്റ്റീവ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെൽഡിങ്ങിനെ പൊട്ടിക്കാതെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. വെൽഡിങ് രീതി നോൺ ഡിസ്ട്രാക്റ്റീവ് ഉണ്ട്, ഡിസ്ട്രാക്റ്റീവ് ഉണ്ട്, സെമി ഡിസ്ട്രാക്റ്റീവ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 1ഉം 4ഉം ആണ്. 1ഉം 4ഉം ഓപ്ഷൻ എ ശരിയായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അടുത്ത 90ാമത്തെ ചോദ്യം. 90ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്ന സമയത്ത് അത് ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ, ഞാൻ നോട്ടായിട്ട് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് നോട്ടായിട്ട് എഴുതി വെച്ചേക്കുന്നതൊക്കെ ഡോക്കിൽ കയറി സെർച്ച് ചെയ്താൽ ഞാൻ പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത് എടുത്തിരിക്കുന്നത് ടെക്സ്റ്റിൽ. അത് ഒരു 89 ആയപ്പോഴത്തേക്കും ഞാൻ ശരിക്കും കുഴഞ്ഞു പോയി. ഫോർ കംപ്ലീറ്റ് കമ്പസ്റ്റൻ 1 വോളിയം ഓഫ് അസറ്റിലിൻ റെക്യൂർ 1 വോളിയം 2.5 വോളിയം ഓഫ് അസറ്റിലിൻ. നമ്മുടെ വെൽഡിങ് ഇതേണ്ട കെമിസ്ട്രി ഓഫ് ഓക്സിജൻ ഫ്ലെയിമൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവൻ ഇത് കണ്ടോ, ഇതേണ്ടേ ഇത് വെൽഡറിൻ്റെ ഇപ്പോഴത്തെ ചോദ്യ പേപ്പറിനകത്ത്, അതായത് ഞാൻ ഒരു വെൽഡിങ്ങിൻ്റെ 200 രൂപയുടെ ആദ്യം 100 ഇപ്പോൾ 200 ഇനി വരുമ്പോൾ 300 ആവാൻ പോകുന്നു. അപ്പോൾ അതിനകത്ത് 1500ഓളം വെൽഡിങ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കുന്നത്. 286ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സെയിം ക്വസ്റ്റ്യൻ ആണ്. 2.5 വോളിയം ഓഫ് ഓക്സിജൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. അത് വലിയ കാര്യമൊന്നുമില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ തിരിച്ച് മറിച്ച് വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ ക്രെഡിറ്റ് ഒന്നുമില്ല, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരു 1500 ക്വസ്റ്റ്യൻ വെൽഡിങ് എന്നൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ സിമ്പിൾ. 1500 ക്വസ്റ്റ്യൻസൊക്കെ, കാരണം ഫിറ്ററിനകത്ത് ഒരു 15,000 20,000 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ വെൽഡിങ്ങിനകത്ത് അങ്ങനെ എപ്പോഴും എക്സാംസ് ഒന്നും നടക്കുന്നില്ല, ലിമിറ്റായിരിക്കും ക്വസ്റ്റ്യൻസ്. പിന്നെ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ആരോ നല്ല കുത്തിയിരുന്ന് ടെക്സ്റ്റ് നല്ലപോലെ റെഫർ ചെയ്തൊക്കെ ഇട്ട പോലെയുണ്ട് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട്. അത്രയും ഉള്ളിലേക്ക് ടെക്സ്റ്റിൽ തന്നെ കയറിയിട്ടിട്ട പരിപാടി. അടുത്തത് വിച്ച് പാർട്ട് ഓഫ് ദ ലേത്ത് ഈസ് യൂസ്ഡ് സപ്പോർട്ട് ലോങ് വർക്ക് പീസ്. ആൻസർ എന്ന് പറയുന്നത് ടൈൽ സ്റ്റോക്ക് ആണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് അല്ലേ. ഫോർ അക്കോമഡേറ്റിംഗ് ദ ഡെഡ് സെൻറ്റർ ടു സപ്പോർട്ട് ലെങ്തി വർക്ക് ടു ക്യാരി ഔട്ട് ലേത്ത് ഓപ്പറേഷൻ പർപ്പസ് ഓഫ് ടൈൽ സ്റ്റോക്കിൽ വരുന്നതാണ്. കണ്ടല്ലേ, ഓരോ പോയിന്റുകളുമാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓരോരോ പോയിന്റ്സ് ആണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ സ്പെസിഫിക്കേഷൻ ഓഫ് ലേത്ത് മെഷീൻ സ്വിംഗ് ഡയമീറ്റർ ഓവർ ദ ബെഡ് ലെങ്ത് ബിറ്റ്വീൻ സെൻറ്റർ ഡയമീറ്റർ ഓഫ് ദ സ്പിൻഡിൽ ബോറൊക്കെ വരുന്നുണ്ട്. സ്വിംഗ് ഡയമീറ്റർ ഓവർ കോമ്പൗണ്ട് സ്ലൈഡ് വരുന്നുണ്ടാവില്ല. ഓക്കെ, അതിന് അടുത്തത് ഫോർജാ ചെക്ക് ക്യാൻ ബി ആക്യുറസി 0.02 mm ആണ്. ഞാനത് ഓർത്ത് വെച്ചേക്കുന്നത് നമ്മുടെ വെർനിയർ കാലിപ്പറിൻ്റെ ആക്യുറസി ആയിട്ട് തന്നെയാണ്, 0.02 mm ആക്യുറസി. അടുത്തത് ദ പ്രോപ്പർട്ടി ഓഫ് കട്ടിംഗ് ടൂൾ വിത്ത് ഹെൽപ്പ് വിത്ത് സ്റ്റാൻഡ് സഡൻ ലോഡ് വൈൽ കട്ടിങ് ഈസ് ഉത്തരം എന്ന് പറയുന്നത് ടഫ്നെസ് ആണ്.
ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടഫ്നെസ് ദ പ്രോപ്പർട്ടി പോസിറ്റീവ് ബൈ ദ മെറ്റീരിയൽ റെസിസ്റ്റ് സഡൻ ലോഡ് ദ റിസൾട്ട് ഡ്യൂറിങ് മെറ്റൽ കട്ടിങ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം 95. ദ ബാക്ക് ഗിയർ ഈസ് പ്രൊവൈഡ് ഓൺ ദ കോൺപുള്ളി ഹെഡ്സ്റ്റോക്ക് ദ ലേത്തിങ് മെഷീൻ ഈസ് റെഡ്യൂസ് ദ സ്പിൻഡിൽ സ്പീഡാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഗിയർ ഈസ് എൻഗേജ്ഡ് ഓർ ഡിസെൻഗേജ് കോൺപുള്ളി സിസ്റ്റം മീൻസ് ഓഫ് ലിവർ ദ ബാക്ക് ഗിയർ യൂണിറ്റ് ഈസ് എൻഗേജ്ഡ് ഫോർ റെഡ്യൂസിങ് ദ സ്പിൻഡിൽ സ്പീഡ്. ഓക്കെ, അടുത്തത് നെഗറ്റീവ് റേക്റ്റാങ്കിൾ ജനറലി പ്രൊവൈഡ് ദ കട്ടിംഗ് ടൂൾ വിച്ച് ആർ മെയ്ഡ് ഓഫ്. നെഗറ്റീവ് റേക്റ്റാങ്കിൾ പ്രധാനമായിട്ടും കാർബൈഡ് ആയിരിക്കും. സോ നമുക്ക് നോക്കാം അതെവിടെ കിടക്കുന്നു എന്നുള്ളതല്ലേ. ട്രയാലാങ്കിൾ ഇതാണ് കേട്ടോ നെഗറ്റീവ്, ടോപ്പ് റേക്റ്റാങ്കിൾ, സൈഡ് റേക്റ്റാങ്കിൾ, ക്ലിയറൻസ് ആംഗിൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റേക്റ്റാങ്കിൾ when turning hard metal with carbide tools usual practice given negative top rectangle. അതാണ് ആൻസർ. അടുത്തത് എന്ന് പറയുമ്പം അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് ഓർ ബാക്ക് റേക്റ്റാങ്കിൾ പ്രിഫറബിൾ ഫോർ കാർബൈഡ് ടൂൾസ് ആർ വെരി ബ്രിട്ടിൽ ഇൻ നേച്ചർ. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് എ ഗിവൻ if the mild shear rod turn the diameter 40 mm diameter 38 mm വൺ കട്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് കട്ട്. ഡെപ്ത് ഓഫ് കട്ട് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഡെപ്ത് ഓഫ് കട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R1 - R2 ആണ്. R1 - R2 ആണ്. അപ്പോൾ R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് 1, R2 എന്ന് പറഞ്ഞാൽ റേഡിയസ് 2. അപ്പോൾ റേഡിയസ് 1 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനിഷ്യൽ ഡയമീറ്റർ, അതായത് ആദ്യത്തെ ഡയമീറ്റർ ആയിട്ടുള്ള 40 mm, ആ 40 mm ഡിവൈഡ് ബൈ 2, അതുപോലെ തന്നെ രണ്ടാമത്തെ ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ റേഡിയസ് ഫൈനൽ ഡയമീറ്റർ ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഇനിഷ്യൽ ഡയമീറ്റർ 40 എന്ന് എഴുതിയിട്ട് ഡിവൈഡ് ബൈ 2 20 എന്ന് കണ്ടുപിടിക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് 38 എന്ന് എഴുതുക, ഡിവൈഡ് ബൈ 2 കൊടുത്തിട്ട് എത്ര എന്ന് എഴുതുക 19. ഇത്രയും പരിപാടി ചെയ്താൽ മതി. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ 20ൽ നിന്ന് 19 കുറച്ച് കഴിഞ്ഞാൽ 1 എന്നുള്ള ആൻസർ ആയിരിക്കും അതിന് വരുന്നത്. അത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കണ്ടുപിടിക്കാൻ R2 - R1 ആണ്. സോ അത് R2 R1 കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ഇനിഷ്യൽ ഡയമീറ്ററുള്ള 40 mm ഡിവൈഡ് ബൈ 2 എത്രയാണെന്ന് എഴുതുക, പിന്നെ 38/2 എത്രയാണെന്ന് എഴുതുക, അത് രണ്ടും കൂടെ കുറയ്ക്കുക. സോ ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടും, ഡെപ്ത് ഓഫ് കട്ടിൻ്റെ ആൻസർ എത്ര കിട്ടും, 1 mm എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അടുത്ത ചോദ്യം എന്ന് പറയുന്നതും ഒരു കാൽക്കുലേഷനാണ്. കാൽക്കുലേറ്റ് ദ ഡ്രൈവർ ഗിയർ ടീത്ത് റിക്വയർഡ് to cut 2.5 mm teeth thread in lathe having lead screw of 5 mm pitch with driven gear of 100 teeth. So driver gear teeth divided by driven gear teeth pitch is equal to pitch of thread to be cut, pitch of lead screw. ഇങ്ങനെ എഴുതുക. pitch of thread 2.5 mm ആണ്, pitch of lead screw 5 mm ആണ്, ഡ്രൈവർ ഗിയർ ടീത്ത് 100 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. സോ അപ്പോൾ ഡ്രൈവർ ഗിയർ ടീത്ത് എന്നുള്ളതിനകത്ത് നമുക്ക് എത്ര ഇടാൻ പറ്റും, ഡ്രൈവർ ഗിയർ ടീത്ത് 100 ആണ്. സോ എന്ത് ചെയ്യാം, ഡ്രൈവർ ഗിയർ ടീത്ത് തന്നിട്ടില്ല, ഡ്രിവൺ ഗിയർ ടീത്താണ് തന്നിട്ടുള്ളത് അല്ലേ. എനിവേ ഡ്രൈവർ ഗിയർ ടീത്ത് തരാത്തത് കൊണ്ട് തന്നെ അവിടെ അങ്ങനെ തന്നെ എഴുതുന്നു. ഡ്രൈവർ ഗിയർ ടീത്ത് തന്നിട്ടില്ല, അതങ്ങനെ തന്നെ എഴുതിയിട്ട് ഡിവൈഡ് ബൈ 100 കൊടുക്കുന്നു. ഇസിക്കൽ കൊടുക്കുന്ന സമയത്ത് പിച്ച് ഓഫ് ത്രെഡ് തന്നിട്ടുണ്ട് 5 ആണ് എന്ന്, ഡിവൈഡ് ബൈ 5 അല്ല 2.5 ആണ്, 2.5 ഡിവൈഡ് ബൈ പിന്നെ തന്നിട്ടുള്ള ഏതാണ്, പിച്ച് ഓഫ് ലീഡ് സ്ക്രൂ തന്നിട്ടുണ്ട്, അത് 5 ആണ്. ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നുണ്ടാവുക, 2.5 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 100 = 50. ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 50 എന്നുള്ളതായിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവുക. 50 എന്നുള്ളത് ആൻസറായിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇൻ ഒബ്ലിക്ക് കട്ടിങ്, ഇത് കട്ടിങ് ആംഗിൾ ഒബ്ലിക്ക് കട്ടിങ് എന്ന് പറയുമ്പോൾ ഇതാണ് ആ ടൂൾ ആക്സിസിന് എന്താണ്, ടൂൾ ആക്സിസിന് അറ്റ് ആൻ ആംഗിൾ ഓഫ് ടൂൾ ആക്സിസിന് ഒരു ആംഗിളിലേക്കായിരിക്കും അതിൻ്റെ ഇതെന്ന് പറയുന്നത്. ഇനി അടുത്തത് നെവർ ലീൻ ഓൺ ദ മെഷീൻ ക്ലാസിഫൈഡ് ഇൻറ്റു ലീൻ എന്ന് പറയാം, മെഷീനിലേക്ക് ചാരി കിടക്കുകയാണെന്നൊക്കെ പറയും. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും നെവർ ലീൻ ഓൺ ദ മെഷീൻ, അതെന്ന് പറയുന്നത് പേഴ്സണൽ സേഫ്റ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും
കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഡിസ്കഷനിലുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ പറ, കട്ട് ഓഫ് എത്ര വരും കട്ട് ഓഫ്? സംശയമുണ്ടോ എത്ര വരും കട്ട് ഓഫ് എന്നുള്ളത്? പലരും പറയും 6 മാർക്ക് സ്കോർ ചെയ്തില്ല, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് ഇതെല്ലാം റെഫറൻസും കാര്യങ്ങളൊക്കെ വെച്ചപ്പം? അതേ ഇതിനകത്തുള്ള 100 ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിമി നല്ല രീതിയിൽ പഠിച്ച ഒരാൾക്ക്, നല്ല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വായിച്ച ഒരാൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് ഫോർജിങ്ങിൽ 10 ചോദ്യമുണ്ട്. ഈ 10ഉം ഒരാൾ ചെയ്തില്ല എന്ന് വിചാരിക്കുക, പിന്നെ +5 ഒരാൾ ചെയ്തില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത്രയും ചാൻസ് ഇല്ല, അതിനകത്ത് നിന്നൊക്കെ ചെയ്യും. ഓക്കെ, ഈ 15 എണ്ണം ചെയ്തില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 - 15 എത്രയായി? 85. കറക്റ്റ് അല്ലേ? 85. ഈ 85 എന്ന് പറയുന്നത് ഒരാൾക്ക് സ്കോർ ചെയ്യാവുന്ന മാർക്കാണ്. ഇനി ഈ 15 എന്ന് പറയുന്നതോ? ഈ 15 എന്ന് പറയുന്നത് ചിലർ 11ഉം 12ഉം, ഞാൻ അത്ര ഭേദമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം കഴിഞ്ഞ ട്രേഡ്സ്മാൻ എക്സാമിൽ ഞാൻ ഈ 85 എണ്ണം ഞാൻ ശരിയാക്കിയായിരുന്നു. 3 എണ്ണം ഞാനായി കൊണ്ട് കളഞ്ഞു. പിന്നെ ഉള്ളതിലും ഞാൻ അള്ളി എന്നുള്ളതാണ്. സോ അതങ്ങനെയാണ്, ഞാൻ ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് പോലെയല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിമി നല്ല വശമാണ്, നിമി ടെക്സ്റ്റ് ബുക്ക് എനിക്ക് നല്ല വശമാണ്. പക്ഷേ പുറത്തുനിന്നുള്ള ഒരു ചോദ്യം വന്നാൽ തന്നെ ഇപ്പം പിന്നെയും വേറെ ബുക്കൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എക്സാം ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, അതാണ് എൻ്റെ ശീലം. വേറെ ടെക്സ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. നേരത്തെ നിമി മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെ മാത്രം വിശ്വസിച്ചാണ് ഞാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതും ഇതേപോലെ ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു. അപ്പോൾ അതിൽ കുറച്ചൊക്കെ വെളിയിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയിട്ടുണ്ട്. ഇതിൽ ഫോർജിങ് ഒക്കെ പോയിട്ടുണ്ട്, പോയില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഈ 15 ഇല്ലേ, ഈ 15ആണ്. അതായത് അന്നത്തെ പോലെ തന്നെ ഈ 15-ൽ ആരെന്ത് ചിലർ 10 തെറ്റിച്ചിട്ടുണ്ടാവും, 9 തെറ്റിച്ചിട്ടുണ്ടായിരിക്കും. എനിക്കറിയാവുന്ന ഒരാൾ നെഗറ്റീവ് മാർക്ക് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം 6 മാർക്ക് നെഗറ്റീവാണ്. 6 മാർക്ക് നെഗറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ 6 × 3 എത്ര എണ്ണം തെറ്റിയിടണം? 18 എണ്ണം തെറ്റണം അല്ലേ? 18 എണ്ണം തെറ്റണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 18 ചോദ്യങ്ങൾ തെറ്റിയിട്ടുണ്ട്. 18 + 75 എത്രയായി? 70, 80, 80, 90, 93 എണ്ണം അറ്റൻഡ് ചെയ്തു. 93 എണ്ണം, അതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് 93 എണ്ണം അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 എണ്ണം തെറ്റിയപ്പോൾ 6 മാർക്ക് പോയി. ആൾക്ക് 75 മാർക്ക് ആസ് പെർ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഉണ്ട്. 75 + 81 എന്ത് ചെയ്യാനുണ്ടായിരുന്നു? കിട്ടേണ്ടതാണ് 81 കിട്ടാനുള്ള മാർക്ക്. ഓക്കെ, അറ്റൻഡ് ചെയ്തതിൽ തന്നെ. സോ ഞാൻ എന്താ പറഞ്ഞത്, 85ഒക്കെ സ്കോർ ചെയ്യാനൊക്കെ ഒരു അത്യാവശ്യം പഠിച്ച ഒരാൾക്ക് കിട്ടും 85, ഒരു സംശയം വേണ്ട. 85 എന്ന് പറയുന്നത് ആൻസർ ചെയ്യുന്നതാണ് കേട്ടോ. അതിൽ 15 എണ്ണം തെറ്റിക്കാനും തെറ്റിക്കാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ചിലപ്പം 15 എണ്ണത്തിനകത്ത് ഇനിയും 5 എണ്ണം ശരിയാക്കിയവരുണ്ടായിരിക്കും, ചിലപ്പോൾ തെറ്റിച്ചവരുണ്ടായിരിക്കും. അതൊക്കെ ഒരു ഇതാണ്. എന്തായാലും 85 എണ്ണം ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ അസംഷൻ മാത്രമാണ്, കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. എക്സാം ഹോൾ എന്ന് പറയുന്നത് ഞാൻ നല്ലപോലെ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഓക്കെ, അത് വേറൊരു വൈബാണ്. നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലെയോ പറയുന്നത് പോലെയോ ഒന്നുമല്ല. കുറേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിനെ കാണുമ്പോഴത്തേക്കിനും കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ അല്ല എക്സാം ഹോൾ എന്ന് പറയുന്നത്, ഒരിക്കലും നമ്മൾ പറയുന്ന പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറയാനൊക്കെ സാധ്യതകളുണ്ട്. എന്നിരുന്നാലും 85 അറ്റൻഡ് ശരിയാക്കാൻ ഒരുപാട് പേർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ നിന്നും മാർക്ക് കുറഞ്ഞത് എത്രയാകും എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് 85ഉം 90ഉം ഒക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന എൻ്റെ മാർക്ക് ഞാൻ നെഗറ്റീവ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിലോ, അതാണ് നമ്മൾ നെഗറ്റീവ് അറ്റൻഡ് ചെയ്യുന്നത് കൂടുന്നതിനനുസരിച്ച് മാർക്ക് കുറയും. 85 എണ്ണം ശരിയാക്കിയാലും 81ലേക്ക് വരാനോ 82ലേക്ക് വരാനോ അത്ര പാടില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഒരാൾ 86
6 മാർക്കാണ് പോയത് നെഗറ്റീവ് കൊണ്ട്. 6 മാർക്ക് പോയി. ഒന്ന് ആലോചിക്കുക, 6 മാർക്ക് നെഗറ്റീവ് കൊണ്ട് മാത്രം പോകാമെന്ന് പറയുമ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് കാര്യങ്ങളെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്നത് 85 ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തുനിന്ന് അടിച്ചെടുക്കാൻ പറ്റും. നെഗറ്റീവുകൾ കൂട്ടാതെയുള്ള കാര്യമാണ്. നെഗറ്റീവ് കൂട്ടിയാൽ കുറയാം കൂടാം. സോ അത് ഓരോരുത്തർ അറ്റൻഡ് ചെയ്ത രീതി പോലെ ഇരിക്കും. എന്തായാലും ഇനിയും മറ്റ് വീഡിയോകളിലായിട്ട് ക്ലാസ്സുകളായിട്ടൊക്കെ നമുക്ക് കാണാം. സോ താങ്ക് യു.